ഇൽമുമായി ബന്ധപ്പെടുക, ഇൽമുമായി ജോലിയാവുക എന്ന് പറയുന്നത് വലിയ പുണ്യം നിറഞ്ഞ കാര്യമാണ്. ധാരാളം ഹദീസുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശത്തിന് ചുവടെ ഭൂമിക്ക് മുകളിൽ 2 സ്ഥലങ്ങളെക്കുറിച്ചാണ് സ്വർഗീയ ആരാമം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മബൈന ഖബരി വ മിംബരി, ഒന്നതാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ വിശുദ്ധമായ ആ റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗീയ ആരാമം എന്ന് പറയുന്നത് മുത്തനബി തങ്ങളുടെ പരിശുദ്ധമായ റൗള, അവിടുത്തെ ഹുജ്റത്തു ഷരീഫയുടെയും അവിടുത്തെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം. പാതിരാവിന്റെ നിശബ്ദതയിലും ഏറെ താല്പര്യത്തോടെ ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു സ്ഥലം, ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ, ഒന്ന് നെറ്റിത്തടം വെക്കാൻ ക്യൂ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് പരിശുദ്ധ മദീന മുനവ്വറയിലെ പച്ചക്കുബ്ബയുടെ തൊട്ട് താഴെ മുത്തനബി തങ്ങളുടെ ഹുജ്റത്തു ഷരീഫയുടെയും പരിശുദ്ധ മിമ്പറയുടെയും ഇടയിലുള്ള സ്ഥലമാണ്. ഉംറക്ക് പോയിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ള ധാരാളം ആളുകൾ ഈ സദസ്സിൽ ഉണ്ടാവാം. എല്ലാവർക്കും ഒരു 2 റക്അത്ത് അവിടെ ചെന്ന് നമസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗീയ ആരാമം എന്ന് പുണ്യനബി തങ്ങൾ വിശേഷിപ്പിച്ച മറ്റൊരു സ്ഥലം ഇതുപോലെയുള്ള നല്ല നല്ല സദസ്സുകളാണ്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള നല്ല സംഗമങ്ങൾ എവിടെ കണ്ടാലും അത് ഉപയോഗപ്പെടുത്തണം എന്ന് പറയാനുള്ള കാരണം അതാണ്. അത് ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പുണ്യനബി തങ്ങൾ ഒരു ദിവസം വൈകുന്നേര സമയത്ത് ഒരു സ്വഹാബി വര്യനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി തങ്ങൾക്ക് അറിയിപ്പ് നൽകുകയാണ്. നബിയെ, നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത് ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയാൻ പോവാണ്. പുണ്യനബി തങ്ങൾ ആ സ്വഹാബി വര്യന് ഈ വിവരം കൈമാറുകയാണ്. നിങ്ങൾ മരണപ്പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മരിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന വെപ്രാളം നമുക്കറിയാം. പ്രത്യേകിച്ച് ഇത് മുത്തനബി തങ്ങളാണ് പറയുന്നത്, നിങ്ങൾ മരണപ്പെടാൻ പോവുകയാണെന്ന്. മരിക്കുന്ന ഉറപ്പാണ്. ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് ഉറപ്പിച്ച ആ മനുഷ്യൻ വല്ലാതെ വെപ്രാളത്തോടെ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ദുല്ലനി അലാ ഔഫഖി അമലിൻ ലി ഫീ ഹാദിഹി സ്സാഅതി യാ റസൂലല്ലാഹ്. നബിയേ, ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഏറ്റവും മനോഹരമായ അമലേതാണ്, ഏറ്റവും ഉചിതമായ കർമ്മമേതാണെന്ന് പറഞ്ഞു തന്നാലും യാ റസൂൽ. ഹബീബായ നബി തങ്ങൾ ആ സ്വഹാബി വര്യനോട് നിസ്കരിക്കാനല്ല പറഞ്ഞത്, ഖുർആൻ ഓതാനല്ല പറഞ്ഞത്, ഇസ്തഗിൽ ബിത്തഅല്ലും, നിങ്ങൾ വിജ്ഞാന സമ്പാദനം നടത്തണം. ഹബീബിന്റെ ഉപദേശം അതാണ്. ഈ ലോകത്തോട് വിട പറയാൻ പോകുന്ന മനുഷ്യനോട് ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാന സെക്കൻഡുകളിലൂടെ കടന്നു പോകുമ്പോ നിങ്ങൾ ചെയ്യേണ്ടത് അറിവുമായി ബന്ധപ്പെടലാണ്. നിങ്ങൾ ഇൽമ് നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് ഉപദേശിച്ച നേതാവാണ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അറിവുമായി ജോലിയാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം അറിവ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ നൂറാണ്, അല്ലെ? അത് അള്ളാഹുവിന്റെ പ്രകാശമാണ്. അങ്ങനെയാണ് മഹാനായ ഇമാമിന ശാഫിഈ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതാണ് ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർകിൽ മആസി വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിഅസ്വി. അള്ളാഹുവിന്റെ പ്രകാശമാണ് അറിവ് എന്ന് പറയുന്നത്. അത് നേടാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യുവത്വം അമൂല്യമാണതിന്റെ മഹത്വം എന്നതാണ് നമ്മുടെ വിഷയം. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, മാഷാ അല്ലാഹ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഒരു സദസ്സാണ്. അപ്പൊ എല്ലാവരും, കുറേ സമയം ഞാൻ നിങ്ങൾ വയല് പറഞ്ഞ് മടുപ്പിക്കൂല. 9:57 എന്റെ മൊബൈലിൽ സമയം. ഇൻഷാ അല്ലാഹ് ഒരു 11 കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ നിങ്ങളൊക്കെ നല്ല റാഹത്തോടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ ഒരു 11:15 വരെ, ഒരു 11:15 അത്ര മതിയാവും. നമുക്ക് അതിനിടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഇൻഷാ അല്ലാഹ്
ആ ഒരു സമയം നിങ്ങൾ കേവല ശാരീരിക സാന്നിധ്യത്തിനപ്പുറം മനസ്സുകൊണ്ടുകൂടെ എന്റെ കൂടെ ഉണ്ടാകണമെന്ന് സസ്നേഹം സവിനയം ഞാൻ ബഹുമാന്യ സദസ്സിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഹബീബിന്റെ പേരൊക്കെ കേൾക്കുമ്പോൾ നല്ല ആവേശത്തോടെ സ്വലാത്തൊക്കെ ചൊല്ലാൻ നിങ്ങൾ ഉണ്ടാവണം. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ വാഹിദ, ഒരാൾ എന്റെ മേലൊരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തൊക്കെ ഉറക്കെ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ സെക്കൻഡുകളും വലിയ അനുഗ്രഹങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? അല്ലാഹു തന്ന സമ്പാദ്യം, അവൻ തന്ന സന്താനങ്ങൾ, അല്ലാഹു തന്ന ആയുസ്, അവൻ തന്ന ജീവിതം, ഓരോന്നും വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദിയുള്ളവരാവുക എന്നതാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നാ ഹദൈനാഹു സബീൽ, മനുഷ്യന് നാം വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇമ്മാ ഷാക്കിറ, ഒന്നുകിൽ നന്ദിയുള്ള വഴി, നന്ദിയുടെ വഴി, അല്ലെങ്കിലോ നന്ദി കേടിന്റെ വഴി. അതിൽ വിശ്വാസികൾ നന്ദിയുടെ വഴിയിലൂടെയാണ് കടന്നു പോകേണ്ടത്. ഖാലിക്കായ റബ്ബിനോട് നന്ദിയുള്ളവരാവണം. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരാവണം. ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്, അതിനൊന്നും യാതൊരു വിരോധവുമില്ല, അല്ലെ? പടച്ച റബ്ബ് തമ്പുരാൻ നമുക്ക് നൽകിയ ആയുസ്, അത് ഹലാലായ ആസ്വാദനങ്ങൾ നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. പടച്ച റബ്ബ് അനുവദിച്ചിട്ടുള്ള ധാരാളം ആസ്വാദനങ്ങൾ, കുഴപ്പമില്ല, അല്ലെ? ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലേ? നമുക്ക് ദുനിയാവിൽ ഹസനത്ത് വേണം, സമ്പാദ്യം വേണം. ഹലാലായ വഴിയിലൂടെ നമ്മൾ സമ്പാദിക്കുന്നതിന് വിരോധമില്ല. ആ സമ്പാദ്യത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള ജീവിതം നയിക്കുന്നതിന് കുഴപ്പമില്ല. മിൻ സആദത്തിൽ മർഇ, ഒരു മനുഷ്യന്റെ ഭൗതികമായ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ്. മുത്തനബി തങ്ങൾ പറയുന്നുണ്ട്, അൽ മസ്കനുൽ വാസിഉ, വിശാലമായ ഒരു ഭവനം, ഒരു നല്ല വീട്, ഒരു നല്ല സൗകര്യമുള്ള വീട്. ഒരാൾ തനിക്ക് ലഭിക്കുന്ന ഹലാലായ സമ്പത്ത് കൊണ്ടൊരാൾ നല്ല താമസയോഗ്യമായ നല്ല സൗകര്യമുള്ള ഒരു വീട് നിർമ്മിക്കുകയാണ്. അതിൽ തെറ്റുണ്ടെന്ന് പറയാനാവില്ല. അത് അല്ലാഹു അവന് നൽകുന്ന ദുന്യവിയായ സൗഭാഗ്യമാണ്. നല്ല ഒരു വീട്, അൽ മസ്കനുൽ വാസി, വിശാലമായ ഭവനം. 10 മക്കളുള്ള ഒരു വാപ്പ 10 ബെഡ്റൂമുള്ള വീടുണ്ടാക്കുക എന്ന് പറയുന്നത് അതിൽ തെറ്റില്ല, അല്ലെ? അതിൽ ഇസ്രാഫില്ല. അതയാൾക്ക് അനുയോജ്യമായ വീടാണ്. 10 ബെഡ്റൂമുള്ള 10 മക്കളുള്ള ഒരു വാപ്പ അങ്ങനെയുള്ള വീടുണ്ടാക്കണം, നല്ല വിശാലമായ ഭവനം. പുണ്യനബി തങ്ങൾ പറയാണ്, അൽ മസ്കനുൽ വാസി, വിശാലമായ വീട്. അതുപോലെ വൽ മർകബുൽ ഹനീ, നല്ല ഒരു വാഹനം, നല്ലൊരു വാഹനം. അതും ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഭൗതികമായ സൗഭാഗ്യമാണ്. പിന്നെയോ വൽ ജാറുസ് സാലിഹ്, ഒരു നല്ല അയൽവാസി, നല്ല അയൽവാസി. അയാളെ കൊണ്ട് നമുക്ക് സന്തോഷമാണ്, ആനന്ദമാണ്. അയാളെ കൊണ്ട് നമുക്കൊരു പ്രയാസവും ഉണ്ടാകുന്നില്ല. എങ്കിലത് നല്ല അയൽവാസിയാണ്. നമ്മുടെ ഗുണകാംക്ഷിയായ, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു അയൽവാസി, അതൊരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന സൗഭാഗ്യമാണ്. വൽ മർഅത്തു സ്വാലിഹ, നാലാമതായി പുണ്യനബി തങ്ങൾ എണ്ണിയത് ഒരു സ്വാലിഹത്തായ ഭാര്യ, ഒരു സ്വാലിഹത്തായ ഇണ. ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന, ഭർത്താവിനെ ആനന്ദിപ്പിക്കുന്ന, തന്റെ സംസാരത്തിലും ഇടപെടലുകളിലും ഭർത്താവിനെ പരിപൂർണമായി സന്തോഷിപ്പിക്കുന്ന ഒരു സ്വാലിഹത്തായ ഭാര്യ. ഈ 4 കാര്യം ഒരാൾക്കുണ്ടാകുന്നത് അയാളുടെ ഭൗതികമായ സൗഭാഗ്യങ്ങളിൽ പെട്ടതാണെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിൽ അത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനമാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്, അല്ലെ? മനുഷ്യൻ അള്ളാഹു നൽകിയ ജീവിതം, ആയുസ്, അത് വളരെ പ്രധാനമാണ്. മനുഷ്യന്റെ ജീവിതത്തിന് 5 ഘട്ടങ്ങളുണ്ട് എന്ന് ഉലമാ പറയുന്നുണ്ട്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന് 5 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത് കുട്ടിക്കാലമാണ്.
രണ്ടാമത്തേത് യൗവനം, 3 മധ്യവയസ്സ്, 4 വാർദ്ധക്യം, 5 അതിവാർദ്ധക്യം. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളാണിത്. 5 ഘട്ടങ്ങളാണ്. ഒന്നാമത്തേത് കുട്ടിക്കാലമാണ്. കുട്ടിക്കാലം എന്ന് പറയുന്നത് ഏകദേശം അവന്റെ ജനനം മുതൽ, ഒരാളുടെ ജനനം മുതൽ ഒരു 10, 15, 18 വയസ്സ് വരെയുള്ള സമയം. ബാല്യം, കൗമാരമെല്ലാം ഉൾക്കൊള്ളുന്ന കാലം, അതാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഘട്ടം അതാണ്. ആ ഒരു പ്രായം കഴിഞ്ഞു വന്ന ആളുകൾ, അല്ലെ, നമ്മൾ ആ ഒരു പ്രായം കഴിഞ്ഞു വന്നവരാണ് നമ്മളിൽ അധിക പേരും. കുട്ടിക്കാലം കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് കയറിയ ആളുകളാണ്. അപ്പൊ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഘട്ടമാണ്. നമുക്കറിയാം, ആ കുട്ടിക്കാലത്ത് നല്ല പക്വതയും വിവേകവുമൊന്നും നൽകപ്പെടാറില്ല. പൊതുവിൽ കുട്ടിക്കാലത്ത് പക്വത നൽകപ്പെടുന്ന കുട്ടികൾ വളരെ അപൂർവമായി ഉണ്ടാവാം. പ്രവാചകന്മാരിൽ ചിലർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്കാലത്ത് തന്നെ നല്ല വിവേകവും പക്വതയും ഒക്കെ നൽകപ്പെട്ടതായി ഗ്രന്ഥങ്ങളിൽ കാണാം. മഹാനായ സയ്യിദുനാ നബിയുല്ലാഹി യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം, യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് 3 വയസ്സായപ്പോ കുട്ടികൾ അദ്ദേഹത്തെ കളിക്കാൻ വേണ്ടി ക്ഷണിക്കുമായിരുന്നു അത്രേ. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. 3 വയസ്സുള്ള യഹ്യ നബിയെ കൂട്ടുകാര് കളിക്കാൻ വേണ്ടി ക്ഷണിക്കും. 3 വയസ്സുള്ള യഹ്യ നബി കൂട്ടുകാരോട് പറഞ്ഞിരുന്നത്, കളിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല ഞാൻ. എന്നെ എന്റെ റബ്ബ് സൃഷ്ടിച്ചത് കളിക്കാനല്ല, അല്ലാഹനെ ആരാധിക്കാനാണ് എന്ന് 3 വയസ്സുള്ള ഒരു മകൻ പറയണമെങ്കിൽ ആ കുട്ടിക്ക് നല്ല പക്വതയും വിവേകവും വേണം. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അപൂർവം ചില പ്രവാചകന്മാർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കുട്ടിക്കാലത്ത് തന്നെ നല്ല വിവേകവും പക്വതയും നൽകിയിട്ടുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ വിവേകവും പക്വതയൊന്നും നൽകപ്പെടാത്ത ഘട്ടമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. ആ കാലത്ത് മാതാപിതാക്കളുടെ സംരക്ഷണത്തിലും അവരുടെ പരിരക്ഷയിലുമാണ് മക്കൾ വളരുന്നത്. എങ്ങനെയാണോ മാതാപിതാക്കൾ അവരെ വളർത്തുന്നത്, അതിനനുസരിച്ച് മക്കൾ വളരും. അതാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്, അല്ലെ? അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞുമക്കളും യൂലദു അലൽ ഫിത്ര, സംശുദ്ധ പ്രകൃതിയിലാണ് ഭൂമി ലോകത്തേക്ക് കടന്നു വരുന്നത്. എല്ലാ കുട്ടികളും ശുദ്ധമായ പ്രകൃതിയിലാണ് ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. മുസൽമായ മനുഷ്യന്റെ കുട്ടിയും ഹൈന്ദവന്റെ കുട്ടിയും ക്രൈസ്തവന്റെ കുട്ടിയും എല്ലാ മനുഷ്യന്റെ മക്കളും ശുദ്ധ പ്രകൃതിയിലാണ് ഭൂമിയിലേക്ക് വരുന്നത്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സിറാനി. ഓരോ കുട്ടിയുടെയും മാതാപിതാക്കളാണ് അവനെ ജൂതനാക്കുന്നത്, അവനെ ക്രൈസ്തവനാക്കുന്നത്, അവനെ മുസ്ലിമാക്കുന്നത്, അവനെ നന്നാക്കുന്നത്, അവനെ മോശമാക്കുന്നത്. ഇതെല്ലാം മാതാപിതാക്കളാണ്. എങ്ങനെയാണോ മാതാപിതാക്കൾ ഉള്ളത്, അതിനനുസരിച്ചാണ് മക്കൾ വളർന്നു വരിക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നമുക്ക് അല്ലാഹു നൽകിയ സമ്മാനമാണ് സന്താനങ്ങൾ എന്ന് പറയുന്നത്. സൃഷ്ടാവിന്റെ സമ്മാനമാണ് സന്താനങ്ങൾ. പുണ്യനബി തങ്ങളുടെ മനോഹരമായ ഒരു വചനം കാണാം, ഔലാദുകും ഹിബത്തുല്ലാഹി ലക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്മാനമാണ്. പടച്ച റബ്ബ് നിങ്ങൾക്ക് നൽകിയ സമ്മാനമാണ് സന്താനങ്ങളെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെന്റെ കൂടെ ഇല്ലേ? ഒന്ന് ഉറക്കെ, നബിയുനാ റസൂലുള്ളാഹി. അല്ലഫൽ അലിഫു നിളാമ മദ്ഹി അലൽ ആലിയാൽ അവല സുതൂരി ബിസ്മില്ലാഹി ബദ്അൽ ഖാലിഖ ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله محمد رسول الله أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل لا إله
മാതാപിതാക്കൾ അവരുടെ സംരക്ഷണത്തിൽ കഴിയുന്ന പ്രായമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ, മക്കളൊക്കെ ഏത് രീതിയിലാണ് ഇന്ന് സഞ്ചരിക്കുന്നത് എന്ന നല്ല ബോധം മാതാപിതാക്കൾക്ക് വേണം. ഇന്ന് എന്റെ ഒരു സ്നേഹിതൻ എനിക്കൊരു വീഡിയോ കാണിച്ചു തന്നു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ തൊട്ടു മുമ്പ് ഒരു സ്നേഹിതൻ ഒരു ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു വീഡിയോ കാണിച്ചു തന്നു. കേരളക്കരയിൽ, സ്ഥലം എവിടെയാണെന്ന് കൃത്യമായി അറിയില്ല, ഒരു പെൺകുട്ടി 18 വയസ്സ് ഇന്ന് പൂർത്തിയാവുകയാണ്. ഇന്ന് 18 വയസ്സ് പൂർത്തിയാകുന്ന പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനുമായി ഇൻസ്റ്റാഗ്രാമിലൂടെ നേരത്തെ തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. മാതാപിതാക്കൾ അറിയില്ല, ഉമ്മയറിയില്ല, വാപ്പയറിയില്ല. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഇന്നവരുടെ 18 വയസ്സ് പൂർത്തിയാകുന്നു എന്ന് മനസ്സിലാക്കി കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് അവൻ അവളെ കൂട്ടാൻ വരുന്നു, അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വലിയ ഒച്ചപ്പാടാകുന്നു, ബഹളമുണ്ടാകുന്നു. നിയമപാലകരുടെ മുന്നിലെത്തുന്നു, പോലീസ് സ്റ്റേഷനിലെത്തുന്നു. നിയമപാലകർക്ക് മുന്നിൽ നിയമമാണ് പ്രധാനം. അവര് ചോദിച്ചു, വയസ്സെത്രയാണ്? കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാവുകയാണ്. ഇന്നത്തെ ദിവസം ഇന്ന് 18 വയസ്സ് പൂർത്തിയാകുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഇഷ്ടമാണ്, അവൾ ആരുടെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ അയക്കണം, അതാണ് നിയമം. പ്രിയപ്പെട്ടവരെ, ഉമ്മയറിയില്ല, വാപ്പയറിയില്ല. അവരാകെ അറിയുന്നത് പോലീസ് സ്റ്റേഷന് മുന്നിൽ വന്ന് പോലീസുകാരോട് സംസാരിക്കുമ്പോഴാണ് വിവരമറിയുന്നത്. അവരിങ്ങനെ കരയുന്ന വീഡിയോ. ഉമ്മ വിളിക്കുകയാണ് മകളെ, വാപ്പ വിളിക്കുകയാണ് മോളെ, വാപ്പയാണ് പറയുന്നത് കൂടെ വരണമെന്ന്. താണുകേണ് അപേക്ഷിക്കുകയാണ് വാപ്പ. മകളുടെ മനസ്സലിയുന്നില്ല. അവൾ ആ ചെറുപ്പക്കാരന്റെ കൈ മുറുകെ പിടിച്ച്, ഞാൻ ഇവന്റെ കൂടെയല്ലാതെ മറ്റാരുടെ കൂടെയും പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുകയാണ്. എന്റെ വാഴ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, പുതിയ കാലത്ത് നമ്മുടെ മക്കളുടെ ഓരോ ചലനങ്ങളും കൃത്യമായി ഒപ്പിയെടുക്കാൻ നമുക്ക് സാധ്യമാവണം. ബാപ്പ എന്ന് പറഞ്ഞ്, ഉമ്മ എന്ന് പറഞ്ഞ്, അതെന്റെ മോളാണ്, എന്റെ മോനാണ്, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന ആ പഴയ വിശ്വാസമൊക്കെ അവിടെ ഇരുന്നോട്ടെ. വിശ്വാസം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ മാത്രം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പഠിച്ചിട്ടുണ്ട് എന്ന ആ വലിയ അപകടകരമായ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക തന്നെ വേണം. പ്രിയപ്പെട്ടവരെ, എന്തൊരു കഷ്ടമാണ്, എന്തൊരു വിഷമകരമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെയൊക്കെ നന്മയുടെ നറുമണങ്ങളാക്കി തരുമാറാവട്ടെ. മക്കൾക്ക് നല്ല ഇസ്ലാമികമായ അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞില്ലേ, അല്ലാഹു നമുക്ക് നൽകിയ സമ്മാനമാണ് പ്രിയപ്പെട്ട സന്താനങ്ങൾ. ആ സന്താനങ്ങൾക്ക് നമ്മൾ നൽകേണ്ട ഒരു സമ്മാനമുണ്ട്. അതെന്താണെന്നറിയുമോ? മുത്തുനബി തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മാനഹല വാലിദുൻ വലദാ മിൻ അഹ്ലിൻ അഫ്ളല മിൻ അദബിൻ ഹസൻ. മാതാപിതാക്കൾ മക്കൾക്ക് നൽകേണ്ട ഏറ്റവും നല്ല സമ്മാനം ടാബല്ല, മൊബൈൽ ഫോണല്ല, പ്രിയപ്പെട്ടവരെ, മറ്റെന്തെങ്കിലുമല്ല. മാതാപിതാക്കൾ മക്കൾക്ക് നൽകേണ്ട ഏറ്റവും നല്ല സമ്മാനം 14 മുമ്പ് നമ്മുടെ നേതാവ് നമ്മളെ പഠിപ്പിച്ചത് മിൻ അദബിൻ ഹസൻ, അവർക്ക് ഇസ്ലാമികമായ അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കലാണ്, അവർക്ക് മതബോധം നൽകലാണ്. മാതാപിതാക്കൾ മക്കൾക്ക് നൽകേണ്ടുന്ന ഏറ്റവും നല്ല സമ്മാനമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കൾ നൽകേണ്ട ഏറ്റവും നല്ല സമ്മാനം ഇസ്ലാമികമായ അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കലാണ്. അവർക്ക് അല്ലാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കണം, അല്ലേ? ഫത്ഹുൽ മുഈനിൽ മഹാനായ മഖ്ദൂം തങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്, വഅവ്വലു വാജിബിൻ അലൽ ആബാ, വാപ്പമാർക്ക് ആദ്യമായി മക്കളെ പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമായത് എന്താണെന്നറിയുമോ? മാതാപിതാക്കൾ, പ്രത്യേകിച്ച് വാപ്പമാർ, വഅവ്വലു വാജിബിൻ അലൽ ആബാ തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബിമക്ക. ആദ്യമായി
മക്കൾക്ക് ഒരു വാപ്പ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ്, നോമ്പ് നോൽക്കാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു വാപ്പ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ നേതാവ്, ലോകത്തിന്റെ നായകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മക്കയിലാണ് എന്നും അവിടുന്ന് വഫാത്തായത് മദീനയിലാണെന്നും അവിടുന്ന് മറപെട്ട് കിടക്കുന്നത് മദീനയിലാണ് എന്നും ആ ഒരു കൃത്യമായ മുത്തുനബി തങ്ങളെ കുറിച്ചുള്ള മെസ്സേജ്, ഹബീബിനെ കുറിച്ചുള്ള മനോഹരമായ ആ ഒരു ചരിത്രമാണ് പ്രിയപ്പെട്ട മക്കൾക്ക് ആദ്യമായി ഒരു വാപ്പ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് മഹാനായ മഖ്ദൂമ തങ്ങൾ തന്റെ ഗ്രന്ഥം ഫത്ഹുൽ മുഈനിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. ആദ്യമായി മുത്തുനബി തങ്ങളെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം, ഇസ്ലാമികമായ അച്ചടക്കം പറഞ്ഞു കൊടുക്കണം, വളരെ പ്രധാനമാണ്. മുഅ്മിനീങ്ങളെ, ഇന്ന് അല്ലേ മാതാപിതാക്കൾ മക്കൾക്ക് ഉപ്പമാർ നൽകുന്ന ഏറ്റവും നല്ല സന്താന സംസ്കരണത്തിന്റെ ഭാഗമായി ഉലമാ പറയുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ഇത് അതിന്റെ ഒരു ആദ്യ പടി എന്ന നിലയിലാണ് ഞാൻ ഇത് പറയുന്നത്. കുട്ടിക്കാലം അത് പറഞ്ഞതുകൊണ്ട് സാന്ദർഭികമായി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. കുട്ടിക്കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ യൗവനത്തിലെത്തുന്നത്, കുട്ടിക്കാലം കഴിഞ്ഞിട്ടാണ് യൗവനത്തിൽ കടക്കുന്നത്. ആ യൗവനമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷയവും അതാണ്. യുവത്വം അമൂല്യമാണ്, അതിന്റെ മഹത്വം. ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പൊ കുട്ടിക്കാലം എന്ന് പറയുന്നത് അത് മാതാപിതാക്കളുടെ പരിരക്ഷയിൽ വളരേണ്ട സമയമാണ്. നല്ല രീതിയിൽ മാതാപിതാക്കൾ മക്കളെ നന്മയുടെ നിർമ്മാണങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കണം. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നിപ്പോ നമ്മുടെ നാടുകളിൽ ഇഷ്ടം പോലെ മക്കളെ ദീൻ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അല്ലെ? ധാരാളം അറബിക് കോളേജുകൾ, അക്കാദമികളുണ്ട്, ഇഷ്ടം പോലെ മതസ്ഥാപനങ്ങളുണ്ട്, അല്ലെ? ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപനങ്ങളുണ്ട്, ഖുർആൻ മനഃപ്പാഠമാക്കാൻ പറ്റിയ ഒരുപാട് സ്ഥാപനങ്ങൾ. ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയച്ച് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നന്മയുടെ നറുമണങ്ങളാക്കാൻ നമുക്ക് സാധ്യമായില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ഹതഭാഗ്യനായ ബാപ്പയാകേണ്ടി വരും നമ്മൾക്ക്. ഏറ്റവും വലിയ ഹതഭാഗ്യനായ, ഭാഗ്യമില്ലാത്ത ഒരു ബാപ്പയാകേണ്ടി വരും നമ്മൾക്ക്. നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് നാളെ പള്ളിക്കാട്ടിലെ 6 മണ്ണിൽ ഏകാന്ത പതികരായി കിടന്നുറങ്ങുന്ന നേരത്ത് തമുറു അഖാരിബി ജനബാതി ഖബ്രി കഅന്ന അഖാരിബി ലം യഅരിഫുനി. കവി പറയുന്നത് പോലെ തമുറു അഖാരിബി ജനബാതി ഖബ്രി, പള്ളിക്കാട്ടിലെ 6 മണ്ണിൽ ഏകാന്ത പതികനായി കിടന്നുറങ്ങുന്ന വാപ്പ അല്ലെങ്കിൽ ഉമ്മ, ആ ഉമ്മയുടെ ഖബറിന്റെ പരിസരത്തുകൂടെ മക്കൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ഫാത്തിഹ പോലും ഓതാൻ കഴിയാതെ, അല്ലെങ്കിൽ ഒരു ഫാത്തിഹ ഓതാൻ പോലും തുനിയാതെ മക്കൾ ഇങ്ങനെ ഖബറിന്റെ പരിസരത്തുകൂടെ കടന്നു പോകുമ്പോ നാളെ ഏകാന്ത പതികനായി ഖബറിൽ കിടന്ന് വിലപിക്കേണ്ടി വരുന്ന ഒരു വാപ്പയുടെ ദയനീയമായ രംഗമാണ് ഒരു കവി തന്റെ ഭാവനയിലൂടെ പറയുന്നത്. കവി പറയാണ്, തമുറു അഖാരിബി ജനബാതി ഖബ്രി, ഖബറിൽ കിടന്ന് ഏകാന്ത പതികനായി ഒറ്റക്ക് കൂട്ടിനാരുമില്ലാതെ കൂട്ടരാരുമില്ലാതെ ഖബറിൽ കിടന്ന വാപ്പ ഇങ്ങനെ വിലപിക്കുകയാണ്. എന്റെ മകനല്ലേ എന്റെ ഖബറിന്റെ പരിസരത്തുകൂടെ നടന്നു പോകുന്നത്, ഒന്ന് അസ്സലാമു അലൈക്കും പറയാൻ പോലും എന്റെ മകൻ മനസ്സ് കാണിച്ചില്ലല്ലോ അല്ലാ, ഒരു ഫാത്തിഹ ഓതാൻ പോലും എന്റെ മകന് സമയമില്ലല്ലോ അല്ലാ എന്നോർത്ത് വിലപിക്കേണ്ടി വരുന്ന ഒരു ഗതികേട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ, പടച്ചറബ്ബ് നമ്മളെ കാക്കട്ടെ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ, 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ പള്ളയിലേക്ക് കത്തി കയറ്റി കൊന്നുകളഞ്ഞത്. ഈ സമുദായത്തിലെ മെമ്പറാണ്, നമ്മുടെ കൂടെയുള്ള നമ്മുടെ മെമ്പറാണ്. 21 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ, നിയമപാലകരെ പിടികൂടി. ലഹരിക്കടിമയായ ചെറുപ്പക്കാരനാണ്, അല്ലെ? ലഹരിക്കടിമയായ യുവാവാണ്. ആ ചെറുപ്പക്കാരൻ നിയമപാലകരെ പിടികൂടിയപ്പോ
യാതൊരു കൂസലുമില്ലാതെ ആ ചെറുപ്പക്കാരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ? മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ? എന്റെ ഉമ്മയെ ഞാൻ കൊന്നുകളഞ്ഞത് എന്റെ ഉമ്മ എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ്. എന്റെ ഉമ്മ എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ്. ഇതുപോലെയുള്ള മക്കളെ ലഭിച്ചിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് എന്ത് നേട്ടമാണുള്ളത്? ഇങ്ങനെയുള്ള മക്കളെയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ എത്രയോ വാപ്പമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് വിലപിക്കുന്ന വാപ്പമാർ. അല്ലാ, എന്റെ ഈ മകനെ നീ ഒന്ന് മരിപ്പിച്ചിരുന്നെങ്കിലെന്ന് വിലപിക്കുന്ന വാപ്പമാർ എത്രയുണ്ട് നമ്മുടെ സമൂഹത്തിൽ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുകയല്ല. അല്ലാ, എത്ര ചെറുപ്പക്കാരാണ് അപകടങ്ങളിൽ മരണപ്പെട്ടു പോകുന്നത്, ആക്സിഡന്റുകളിൽ പെട്ടുപോകുന്ന എത്ര യുവാക്കൾ. ബാപ്പ പറയാണ്, അല്ലാ, ആ ചെറുപ്പക്കാർക്ക് പകരം എന്റെ മകനെ ഒന്ന് കൊണ്ടുപോയിക്കൂടെ അല്ലാ എന്നോർത്ത് വിലപിക്കുന്ന ബാപ്പമാർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്, നമ്മുടെ പരിസരങ്ങളിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. മതബോധമുള്ള മക്കൾ വേണം, അല്ലെ? ഒരു മകൻ ഹാഫിളായാൽ എന്താണ് പുണ്യനബി തങ്ങൾ പറഞ്ഞത്? ഒരു മകൻ ഹാഫിളായാൽ, ഒരു ഹാഫിളിന്റെ വാപ്പയാണ് ഇവിടെ ഇരിക്കുന്ന ആദരണീയരായ ഹസനി ഉസ്താദ്. അഭിമാനത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാം, ഒരു മകൻ ഹാഫിളായാൽ പുണ്യനബി തങ്ങൾ പറയാൻ, ഉൽബിസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ. ഒരു മകൻ ഹാഫിളായാൽ ആ മകന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു നാളെ സ്വർഗീയ കിരീടം ധരിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു മകൻ ഹാഫിളായാൽ അല്ലാഹു അവന്റെ മാതാപിതാക്കൾക്ക് സ്വർഗീയ കിരീടം ധരിപ്പിക്കും എന്നാണ് പറയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു മകൻ ഹാഫിളായാൽ ആ മകന് അവന്റെ ബന്ധുമിത്രാദികളിൽ 10 പേരെ എന്നൊരു റിപ്പോർട്ടിൽ കാണാം. മറ്റൊരു ഹദീസിൽ 20 പേരെ എന്നുമുണ്ട്. അവന്റെ കുടുംബാംഗങ്ങളിൽ 10 പേരെ അല്ലെങ്കിൽ 20 പേരെ സ്വർഗത്തിലേക്ക് അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യാൻ, പഠിച്ചോനെ ഇതെന്റെ വാപ്പയാണ്, അല്ലാഹ് ഇതെന്റെ ഉമ്മയാണ്, ഇതെന്റെ ജ്യേഷ്ഠനാണ്, ഇതെന്റെ അനുജനാണ്, ഇതെന്റെ പെങ്ങളാണ്, പഠിച്ചോനെ സ്വർഗം കടത്തണേ റബ്ബേ എന്ന് അള്ളാഹിനോട് പറയാനുള്ള, റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം അല്ലാഹു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മകൻ ഹാഫിളായാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളൊക്കെ ഒരുപാട് മക്കളുടെ വാപ്പയാണ്, അല്ലെ? ഒരുപാട് ആൺമക്കളുടെ, പെൺമക്കളുടെ, നമുക്ക് അല്ലാഹ് ഇഷ്ടം പോലെ മക്കളെ തന്നിട്ടുണ്ട്. പടച്ച റബ്ബ് തന്ന സമ്മാനമാണ് സന്താനങ്ങൾ. ആ മക്കളെ നമ്മൾ ഇങ്ങനെ വേട്ടപ്പെട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കല്ലേ. ആ മക്കളെ മൊബൈലിന്റെ അടിമകളാക്കി മാറ്റല്ലേ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ലഹരിയുടെ അല്ലെങ്കിൽ മൊബൈലിന്റെ ഒന്നും അടിമകളാക്കി മാറ്റല്ലേ. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകുമാറാവട്ടെ. കുട്ടിക്കാലത്ത് തന്നെ ചില ഉമ്മമാർ, അല്ലെ, മക്കളുടെ വായയിൽ ഭക്ഷണത്തിന്റെ ഉരുള ഇങ്ങനെ വെച്ചു കൊടുക്കും. കുട്ടികളാണ്, അവരൊരു പക്ഷേ വേണ്ടതുപോലെ കഴിച്ചെന്നു വരില്ല. ഉമ്മമാരിങ്ങനെ ഭക്ഷണത്തിന്റെ ഉരുള വായയിലേക്ക് ഇട്ടുകൊടുക്കുമ്പോ വേണ്ട പോലെ ഉമ്മ ആഗ്രഹിക്കുന്നത് പോലെ കുട്ടി അത് സ്വീകരിക്കണമെന്നില്ല. ആ സമയത്ത് നമ്മുടെ സഹോദരിമാരൊക്കെ സാധാരണഗതിയിൽ ചെയ്യുന്നൊരു പണിയുണ്ട്, അല്ലെ? എന്താ ചെയ്യാ? കുട്ടികൾ ഭക്ഷണം വാങ്ങാതിരിക്കുമ്പോ മൊബൈൽ ഓൺ ചെയ്ത് യൂട്യൂബ് എടുത്ത് എന്തെങ്കിലുമൊക്കെ വീഡിയോകൾ വെച്ച് കാണിച്ചു കൊടുത്ത് കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ, ചെറുപ്പത്തിൽ തന്നെ അവരെ മൊബൈലിന്റെ അടിമകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ കുട്ടികൾ മൊബൈലിന് അഡിക്ഷൻ ആവും. അവര് പിന്നെ അതിന്റെ അടിമകളായി മൊബൈൽ കൊടുക്കാതിരുന്നാൽ പിന്നെ അതിന്റെ പേരിൽ ഉമ്മയെ കുത്തിക്കളയാൻ, അല്ലെ, ഉമ്മയെ കൊന്നുകളയാൻ, അല്ലെങ്കിൽ ഉമ്മയുടെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ പോലും മക്കൾ വളർന്നു വരികയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. പടച്ച റബ്ബ് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വ അഷ്റഫു മിൻഹു യാ سيدي خير النبي صل الصلاة على النبي الشفيع الأبطاحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا
സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി الشفيع الأبطاهي والحبيب العربي والحبيب العربي. അപ്പോൾ ഒന്നാമത്തേത് മനുഷ്യായുസിന്റെ ഒന്നാമത്തെ ഘട്ടം അത് കുട്ടിക്കാലമാണ്. രണ്ടാമത്തെ ഘട്ടം യൗവനമാണ്. ഒരു 18 വയസ്സ് മുതൽ, ഏകദേശം ഒരു 18 വയസ്സ് മുതൽ ആരംഭിച്ച് 40 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന പ്രായമാണ് യൗവനം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആയുസിന്റെ രണ്ടാമത്തെ ഘട്ടമാണ്. രണ്ടാം ഘട്ടം യൗവനമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യായുസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് യൗവനം എന്ന് നമുക്കൊക്കെ അറിയാം, അല്ലെ? ആ സമയത്താണ് നല്ല കാര്യങ്ങളായാലും ചീത്തയായാലും നമുക്ക് ഏറ്റവും ആവേശത്തോടെ ഉന്മേഷത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് യൗവനമാണ്. ഓടിച്ചാടി എന്തും ചെയ്യാൻ കഴിയുന്ന പ്രായം, അല്ലെ? നമ്മുടെ നാടുകളിൽ രാഷ്ട്രീയ പാർട്ടികളായാലും മതസംഘടനകളായാലും ജമാഅത്ത് കമ്മിറ്റികളായാലും എല്ലാം പെട്ടെന്ന് തന്നെ രൂപീകരിക്കുന്ന ഒരു കാര്യമാണെന്ത്? യുവാക്കളുടെ കൂട്ടായ്മ ഉണ്ടാക്കും. മഹല്ല് കമ്മിറ്റികൾക്ക് കീഴിൽ യുവാക്കളുടെ കൂട്ടായ്മ ഉണ്ടാവും. ചിലയിടങ്ങളിലൊക്കെ, എല്ലായിടത്തും ഉണ്ടാവും എന്ന് എനിക്കറിയില്ല, ചിലയിടങ്ങളിലൊക്കെ കാണാം യുവാക്കളുടെ കൂട്ടായ്മ, അല്ലെ? യുവാക്കളുടെ കൂട്ടായ്മ, അവരെ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നാടിന് ഉപകാരപ്രദമായ ഒരുപാട് നല്ല കാര്യങ്ങൾ. ഒരുപാട് മഹല്ലത്തുകളിൽ അങ്ങനെ യുവാക്കളുടെ കൂട്ടായ്മകൾ ഉണ്ട്. ആ കൂട്ടായ്മകളെ കൊണ്ട് മഹല്ലിന് ഒരുപാട് നേട്ടങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയ പാർട്ടികളായാലും മതസംഘടനകളായാലും യുവാക്കളുടെ കൂട്ടായ്മകൾ, യുവാക്കളുടെ സംഘടന പെട്ടെന്ന് രൂപീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റും. പ്രായമുള്ള ആളുകൾക്ക് ചെയ്യാവുന്നതിനേക്കാളേറെ കാര്യങ്ങൾ യുവാക്കൾക്ക് ചെയ്യാൻ പറ്റും. യുവാക്കൾ ജമാഅത്ത് കമ്മിറ്റികളുമായി അടുക്കണം. ജമാഅത്തിൽ യുവാക്കൾക്ക് നല്ല ഇടം വേണം. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, കമ്മിറ്റി ഭാരവാഹികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. പ്രായമുള്ള ആളുകൾ മാത്രം പോരാ. ഒരു ജനറൽ ബോഡിയിൽ, ഒരു കമ്മിറ്റിയിൽ പ്രായമുള്ള ആളുകൾ മാത്രം പോരാ. യുവാക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. യുവാക്കൾ ഭാരവാഹികളിൽ വരണം. കാരണം അവരുടെ ചിന്തകൾ പുതിയ കാലത്ത് വളരെ ക്രിയാത്മകമായ നല്ല ഇടപെടലുകളും നല്ല ചിന്തകളും അവരിൽ നിന്ന് ലഭ്യമാവും. നല്ല നല്ല ചിന്തകൾ, അതേപോലെ നല്ല നല്ല ഇടപെടലുകൾ യുവാക്കൾക്ക് നടത്താൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യുവാക്കളെ നമ്മൾ അങ്ങനെ അകറ്റി നിർത്താൻ പാടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. ഞാൻ അതുകൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. യുവാക്കൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, മനുഷ്യായുസിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് യൗവനം എന്ന് പറയുന്നത്. കത്തിജ്വലിക്കുന്ന സൂര്യനെ നമ്മൾ കണ്ടിട്ടില്ലേ? കിഴക്ക് ഭാഗത്ത് നിന്ന് ഉദിച്ചു വരുന്ന സൂര്യൻ, അതിങ്ങനെ മെല്ലെ മെല്ലെ, അല്ലെ, അതിന്റെ പ്രകാശം മെല്ലെ മെല്ലെ കൂടുതലായി ശക്തി പ്രാപിച്ച് നട്ടുച്ച നേരത്ത് ഏറ്റവും പ്രോജ്വലിച്ച് നിൽക്കുന്ന സമയമാണത് സൂര്യൻ. സൂര്യൻ ഏറ്റവും പ്രോജ്വലിച്ച് നിൽക്കുന്ന സമയമാണ് നട്ടുച്ച നേരം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാലോ പിന്നെ മെല്ലെ അസ്തമയ സൂര്യൻ, പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചലിക്കുന്ന സൂര്യന്റെ പ്രഭ, അതിന്റെ പ്രകാശം മെല്ലെ മെല്ലെ കുറഞ്ഞു വരും എന്നതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെയാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, മനുഷ്യൻ കുട്ടിക്കാലത്ത് അവൻ ഇങ്ങനെ വളർന്നു വന്ന് അവൻ ആ യൗവന സമയം എത്തുമ്പോഴാണ് അവന്റെ ഏറ്റവും പ്രോജ്വലിച്ച് നിൽക്കുന്ന സമയം. ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവന് ചെയ്യാൻ കഴിയും. യുവാക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ചെറുപ്പക്കാരോട് പറയട്ടെ, യൗവനം അള്ളാഹു പൊരുത്തപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കാൻ ഏത് യുവാക്കൾക്കാണോ സാധിക്കുന്നത്, അവര് വിജയികളാണ്. അവരാണ് വിജയികൾ. അവരാണ് നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണലാവകാശികൾ എന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിലൂടെ യൗവന സമയം ചെലവഴിക്കുന്ന ചെറുപ്പക്കാർക്ക് നാളെ അനായാസം രക്ഷപ്പെടാൻ കഴിയും. നല്ലപോലെ ശ്രദ്ധിക്കണം. യുവാക്കൾ യൗവന സമയം അള്ളാഹു പൊരുത്തപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കണം. അങ്ങനെയുള്ള ചെറുപ്പക്കാര് വളരെ വിരളമാണ്, വളരെ കുറവാണ്. ആ കുറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് പെടാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എപ്പോഴും നന്മയുടെ ഭാഗത്ത് ആളുകൾ കുറവായിരിക്കുമെന്നാണ്, അല്ലെ?
നല്ല കാര്യത്തിന് ആളുകൾ എപ്പോഴും കുറവായിരിക്കും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയെല്ലാം നല്ല ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ള പദം ഖലീലുൻ എന്ന അറബി പദമാണ്. ഖലീലുൻ എന്ന അറബി പദമാണ്. ഉദാഹരണമായി വഖലീലും മിൻ ഇബാദിയ ശുകൂർ, എന്റെ അടിമകളിൽ നന്ദിയുള്ളവർ വളരെ കുറവാണ്. എന്റെ അടിമകളിൽ നന്ദി ബോധമുള്ളവർ വളരെ കുറവാണ് എന്ന് വിശുദ്ധ ഖുർആൻ. എന്നാൽ മോശപ്പെട്ട ആളുകളെ, തെമ്മാടികളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സ്ഥലങ്ങളിൽ, അതേപോലെ ചിന്തിക്കാത്ത ആളുകളെ പറ്റി പറഞ്ഞുകൊടുത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ള പദം അക്സർ എന്ന പദമാണ്. കസീറുൻ എന്നുമല്ല. കസീർ എന്ന് പറഞ്ഞാൽ ധാരാളം എന്നാണ് അർത്ഥം. അക്സർ എന്ന് പറഞ്ഞാൽ അതിലും കൂടുതൽ, ധാരാളം, ഒരുപാട് എന്നാണ് അക്സർ എന്ന പദത്തിന്റെ അർത്ഥം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അക്സർ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വഅക്സറുഹുമുൽ ഫാസിഖൂൻ, ജനങ്ങളിൽ അധിക പേരും തെമ്മാടികളാണ്. ജനങ്ങളിൽ അധിക പേരും തെമ്മാടികളാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നുണ്ട് വഅക്സറുഹും ലാ യഖിലൂൻ, ജനങ്ങളിൽ അധിക ആളുകളും ചിന്തിക്കാത്തവരാണ്. അധിക ആളുകളും ചിന്തിക്കാത്തവരാണ്, അള്ളാനെ പറ്റി ആലോചിക്കാത്തവരാണ്, തോന്നിയതുപോലെയൊക്കെ ജീവിക്കുന്ന ആളുകളാണ് എന്നർത്ഥം. തോന്നിയതുപോലെയൊക്കെ ജീവിക്കുന്ന ആളുകൾ. നിസ്കരിച്ചാ നിസ്കരിച്ചു അല്ലെ, തോന്നുമ്പോ സെല്ലി. നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, തോന്നുമ്പോ സെല്ലി എന്ന് പറയും. നിങ്ങൾ അങ്ങനെ പറയാറില്ലേ? തോന്നുമ്പോ സെല്ലി എന്ന് പറഞ്ഞാൽ നിസ്കാരം കൃത്യമല്ല. അതേപോലെ തന്നെ പലവിധ തോന്നിവാസങ്ങൾക്കടിമകളാണ്. പലവിധ തോന്നിവാസങ്ങൾക്കടിമകളാണ്. ധാരാളം സമയം ചെലവഴിക്കുന്നത് അരുതായ്മകൾക്ക് വേണ്ടിയാണ്. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ കഴിയും. എന്റെ വഅദ് കേൾക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹു നൽകിയ ആയുസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് യൗവനം എന്ന് പറയുന്നത്. ആ യൗവനം നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാരാണ്. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. മുത്തുനബി തങ്ങളുടെ മനോഹരമായ വചനമാണിത്. നിഅമതാനി, രണ്ട് വലിയ അനുഗ്രഹങ്ങൾ, വളരെ പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങൾ. മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, അധിക ജനങ്ങളും ആ രണ്ട് അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ പരാജിതരാണ്, നഷ്ടം സംഭവിച്ചവരാണ്. ആ രണ്ടനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ നഷ്ടം സംഭവിച്ചവരാണ്. ഏതാണ് ആ രണ്ടനുഗ്രഹങ്ങൾ എന്നറിയുമോ? പുണ്യനബി തങ്ങൾ പറയാണ്, അസ്വിഹത്തു, ഒന്ന് ആരോഗ്യ സമയമാണ്, ഒന്ന് ആരോഗ്യ സമയം, വൽ ഫറാഗ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. ഒന്ന് ആരോഗ്യ സമയം, മറ്റൊന്ന് ഒഴിവ് സമയം. ഈ രണ്ട് സമയം അല്ലാഹ് പൊരുത്തപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കുന്നവർ വളരെ കുറവാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന യുവാക്കളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാൻ യുവാക്കളോട് പറയാണ്, നിസ്കാരമൊക്കെ വളരെ കൃത്യമാവണം. ചെറുപ്പക്കാരാ, നിസ്കാരങ്ങളൊക്കെ കൃത്യമാവണം അല്ലേ? നമ്മുടെ നാടുകളിൽ മാഷാ അല്ലാഹ്, കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം, മറ്റൊരു നാടുകളിലും കാണാത്ത മനോഹരമായ ആത്മീയമായ ഔന്നിത്യം ഉള്ള നാടാണ് നമ്മുടെ കേരളം. ഇഷ്ടംപോലെ പള്ളികൾ നമ്മുടെ നാടുകളിലുണ്ട് അല്ലേ? മറ്റു നാടുകളിലൊക്കെ 10 കിലോമീറ്റർ പരിധിയിൽ ഒരു പള്ളി കാണാൻ പ്രയാസാണ്. ഈ കർണാടകയിൽ മംഗലാപുരം കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ, തമിഴ്നാട്ടിൽ അല്ലേ, ആ കേരളത്തോട് ഒട്ടി നിൽക്കുന്ന ചില പ്രദേശങ്ങൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ മണിക്കൂറുകളോളം യാത്ര ചെയ്യണം ഒരു പള്ളി കിട്ടാൻ. എന്നാൽ നമ്മുടെ കേരളത്തിലോ 1 കിലോമീറ്ററിനുള്ളിൽ 10 പള്ളികളെങ്കിലും കാണും, ഏറ്റവും ചുരുങ്ങിയത് 10 പള്ളികൾ. ഇഷ്ടം പോലെ പള്ളികളുള്ള നാടാണ് അല്ലെ? നമസ്കാരത്തിന് പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം വരുമ്പോ കൃത്യമായി നിസ്കരിക്കുന്ന എത്ര പേര് നമ്മളിലുണ്ട്? കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുന്ന എത്ര പേര് നമ്മളിലുണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിസ്കാരം എന്ന് പറയുന്നത് മുനാജാത്തുൽ റബ്ബിൽ ആലമീൻ,
അത് ലോകരക്ഷിതാവായ അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ചില ചെറുപ്പക്കാര് നബിദിന പരിപാടികളിലെല്ലാം സജീവമായി അവര് കാണും. നബിദിന ഘോഷയാത്രയിൽ പായസം കൊടുക്കാൻ, വെള്ളം കൊടുക്കാൻ, നബിദിനത്തിന്റെ അതിനോടനുബന്ധമായി കൊടിതോരണങ്ങൾ കെട്ടാൻ, അതേപോലെ റാത്തീബ് പരിപാടിക്ക് ചീരണി തയ്യാറാക്കാൻ, ചീരണി കെട്ടാൻ, അത് വിതരണം ചെയ്യാൻ എല്ലാത്തിനും സജീവമാകുന്ന ചെറുപ്പക്കാർ നിസ്കാരത്തിന്റെ കാര്യമെത്തുമ്പോ കുറെ ചെറുപ്പക്കാര് അതിൽ നിന്ന് വിട്ടുനിൽക്കും. ബാക്കി എല്ലാത്തിലും സജീവമാണ്, നിസ്കാരത്തിൽ ഉണ്ടാവില്ല. വല്ല കാര്യമുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കൂ, വല്ല കാര്യമുണ്ടോ? നിസ്കാരമാണ് ഒരു മനുഷ്യന്റെ അമലുകളിൽ നാളെ ഖബറിൽ ചെന്നാൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകൾ ആദ്യമായി പരിശോധിക്കുന്ന ഫയൽ നിസ്കാരത്തിന്റെ ഫയലാണ്. മുഹമ്മദ് മുസ്തഫ ആദ്യമായി തുറന്നു നോക്കുക നിസ്കാരത്തിന്റെ ഫയലാണെന്നാണ്. അതങ്ങനെ തുറന്നു നോക്കി നിസ്കാരം കൃത്യമാണോ, അത് കൃത്യമാണെങ്കിൽ മാഷാ അല്ലാഹ് ബാക്കിയുള്ള ഫയൽ തുറന്നു നോക്കുകയുള്ളൂ. നിസ്കാരം കൃത്യമാണെങ്കിൽ മാത്രമാണ്. ബാക്കിയുള്ള ഓന് കുറെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം അല്ലാഹു പരിശോധിക്കുന്നത് തന്നെ അവന്റെ നിസ്കാരത്തിന്റെ ഫയൽ അത് കൃത്യമാണെങ്കിലാണ്. നിസ്കാരത്തിന്റെ ഫയൽ നോക്കുമ്പോൾ അത് ക്ലിയർ അല്ല, എന്നാൽ അത് അവിടെ വെക്കും, ബാക്കിയുള്ള ഫയൽ തൊട്ടു നോക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വെറുതെ പറയല്ല, ശ്രദ്ധിക്കണം. അപ്പോ മറ്റെന്ത് കാര്യം ഉണ്ടായിട്ടും പ്രയോജനമില്ല. നിസ്കാരം അത് വളരെ പ്രധാനമാണ്. നിസ്കാരം മാത്രമല്ല, അത് ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ്. ജമാഅത്ത് അതും വളരെ പ്രധാനമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിനോട് പറയുന്നത് കാണാം, സ്വഹാബാ, നിസ്കരിക്കാൻ ജമാഅത്തിന് പള്ളിയിലേക്ക് വരാത്ത പുരുഷന്മാരുടെ വീടുകൾ കത്തിച്ചു കളയാൻ ഞാൻ പ്രഖ്യാപിക്കുമായിരുന്നു. ആ വീടുകളിൽ പാവപ്പെട്ട പെണ്ണുങ്ങളും ചെറിയ മക്കളും ഇല്ലായിരുന്നുവെങ്കിൽ. ഹബീബാ നബി തങ്ങൾ പറയാണ്, ആ വീടുകളിൽ പാവപ്പെട്ട സഹോദരിമാരും അതുപോലെ ചെറിയ മക്കളും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ജമാഅത്തിന് വരാത്ത പുരുഷന്മാരുടെ വീടുകൾ കത്തിച്ചാമ്പലാക്കാൻ ഞാൻ ആജ്ഞാപിക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് റസൂലുള്ളയാണ് ഇത് പറയുന്നത് നമ്മൾ ആലോചിക്കണം. ഏത് റസൂലുള്ളയാണ്? തായിഫിന്റെ മണലാരണ്യത്തിലേക്ക് ദീനിന്റെ ദഅവത്തിന് വേണ്ടി പോയപ്പോ അല്ലാഹു ഏകനാണ് എന്ന പരമയാഥാർത്ഥ്യം തായിഫിന്റെ മണലാരണ്യത്തിലേക്ക് അവിടുത്തെ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി പോയപ്പോ അവര് ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിലേക്ക് കല്ലെറിഞ്ഞു. അവിടുത്തെ കാല് പൊട്ടി രക്തം വാർന്നൊലിക്കുകയാണ്. അന്നേരമാണ് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങളോട് വന്നിട്ട് പറയുന്നത്, യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങ് സമ്മതം നൽകുകയാണെങ്കിൽ ഈ ജനതയെ ഞാൻ ഈ കാണുന്ന 2 പർവ്വതങ്ങൾ കൊണ്ടുവന്ന് ആ പർവ്വതങ്ങൾക്കിടയിലിട്ട് ഈ ജനതയെ ഞാൻ നശിപ്പിക്കട്ടെ നബിയേ. ഹബീബായ നബി തങ്ങൾ കാരുണ്യത്തിന്റെ പ്രതീകമായ, കാരുണ്യത്തിന്റെ മകുടോദാഹരണമായ, കാരുണ്യത്തിന്റെ പ്രതിരൂപമായ മുത്തുനബി തങ്ങൾ ജിബ്രീൽ എന്ന മാലാഖയോട് പറഞ്ഞത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമീ, പടച്ചവനെ പാവപ്പെട്ട എന്റെ ഈ ജനങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരറിവില്ലാത്തവരാണല്ലാ, അറിവില്ലായ്മ കൊണ്ടാണ് അവരിത് ചെയ്തത്. നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. നാളെ അവര് നന്നായാലോ അല്ലാ എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പറയുന്നത് നോക്കൂ, ഞാൻ പള്ളിയിൽ വരാത്ത പുരുഷന്മാരുടെ, ജമാഅത്തിന് വരാത്ത പുരുഷന്മാരുടെ വീടുകൾ കത്തിച്ചു കളയാൻ ഞാൻ ആജ്ഞാപിക്കുമായിരുന്നു. ആ വീടുകളിൽ പാവപ്പെട്ട പെണ്ണുങ്ങളും കുട്ടികളും ഇല്ലായിരുന്നുവെങ്കിൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിസ്കാരത്തിന്റെ കാര്യം അത് വളരെ പ്രധാനമാണ്. ജമാഅത്തിന്റെ കാര്യവും വളരെ പ്രധാനമാണ്. അത് കേവലം റമദാനിൽ മാത്രം ഉണ്ടാകേണ്ട കാര്യമല്ല, അല്ലേ? റമദാനായാ കാണാം മാഷാ അല്ലാഹ് പള്ളിയിലൊക്കെ റമദാനിന് മുമ്പ് ശഅബാൻ 30 പോലും പള്ളിയിൽ 2 സഫാണ് ഉണ്ടായിരുന്നത്. റമദാൻ ഒന്നാകുമ്പോഴേക്ക് അത് 6 സഫ് 7 സഫായി മാറുകയാണ്.
അവിടെയാണ് മഹാന്മാരായ ഉലമാ നമ്മളോട് പറയുന്നത്, ലാ തകുൻ റമളാനിയാ കുൻ റബ്ബാനിയാ. മഹാന്മാരായ ഉലമാ നമ്മളോട് പറയുകയാണ്, കുൻ റബ്ബാനിയാ വലാ തകുൻ റമളാനിയാ. നിങ്ങൾ റമളാനിന്റെ ആളുകളാവരുത്, നിങ്ങൾ അല്ലാഹുവിന്റെ ആളുകളാവണം. എത്ര വലിയ വാക്കാണ് പറഞ്ഞത്. നിങ്ങൾ റമളാനിന്റെ ആളുകളാവരുത്. റമളാൻ കഴിഞ്ഞാലും ഈ പള്ളി ഇവിടെ തന്നെ ഉണ്ടാവും, പള്ളിയിലെ ഇമാമും അവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ ജമാഅത്ത് നമസ്കാരം റമളാൻ കഴിഞ്ഞാലും അതിനു മുമ്പും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ റമളാനിൽ മാത്രം പള്ളി നിറയുന്ന ആളുകൾ, അല്ലെങ്കിൽ പള്ളി നിറക്കുന്ന ആളുകൾ, അവർ റമളാനിന്റെ ആളുകളാണ്. അവർ റമളാനിന്റെ ആളുകളാണ്. ലാ തകുന റമളാനിയ, നിങ്ങൾ റമളാനിന്റെ ആളുകളാവരുത്, നിങ്ങൾ കുൻ റബ്ബാനിയൻ, നിങ്ങൾ അല്ലാഹുവിന്റെ ആളുകളാകണം എന്ന് ഉലമാ നമ്മളോട് പറയാൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട യുവാക്കളെ, വിശേഷിച്ചും ഞാൻ യുവാക്കളോട് പറയാണ്, മറ്റുള്ളവരോട് പൊതുവിലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ജമാഅത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണേ. നിസ്കാരത്തിന്റെ കാര്യം വളരെ പ്രധാനമാണ്. നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റുള്ള കർമ്മങ്ങൾ നമ്മൾ കടക്കേണ്ടത്. മറ്റുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, ധാരാളം നല്ല നല്ല കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനമാണ് ജനോപകാരപ്രദമായ കാര്യങ്ങൾ, ആളുകൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ, പള്ളിക്ക് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, മദ്രസക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം നാളെ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ്. യൗവന സമയത്താണ് അതൊക്കെ നല്ലപോലെ നമുക്ക് ചെയ്യാൻ കഴിയുക. പള്ളിക്ക് വേണ്ടി പള്ളിയുടെ മുറ്റത്ത് ഇന്റർലോക്ക് ഇടുകയാണ്, അല്ലെങ്കിൽ പള്ളിയുടെ മുറ്റത്ത് ഷീറ്റ് ഇടുകയാണ്, മദ്രസയുടെ മുറ്റത്ത് ഇന്റർലോക്ക് പാകുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോ അതിന് മുന്നിട്ട് നിൽക്കാൻ ചെറുപ്പക്കാരാ നമുക്ക് കഴിയണം. കാരണം എന്തെന്നറിയോ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും, അല്ലാഹ്, നീ തന്ന യൗവനം ഞാൻ നിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടല്ലോ. ഖാലിഖായ റബ്ബിനോട് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ, അല്ലെ? നാട്ടിലൊരു മദ്രസ, ഇവിടെ മാഷാ അല്ലാഹ് മനോഹരമായ പള്ളിയുണ്ട്, മനോഹരമായ മദ്രസയുണ്ട്, ബാക്കി അതിനോടനുബന്ധമായ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഇവിടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഇതിനു വേണ്ടിയൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ആരൊക്കെയുണ്ടോ, ഏതൊക്കെ നിലയിൽ സഹകരിച്ച ആളുകളുണ്ടോ, അവർക്കൊക്കെ അള്ളാഹു വണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലെ? സമ്പത്തുള്ള ആളുകൾ സമ്പത്ത് കൊണ്ട് ദീനിനെ ഖിദ്മത്ത് ചെയ്യണം. സമ്പത്തുള്ള ആളുകൾ, പൈസ ഉള്ള ആളുകൾ പൈസ കൊണ്ട് ഖിദ്മത്ത് ചെയ്യണം. ആരോഗ്യമുള്ള ആളുകൾ, കയ്യിൽ പൈസ ഇല്ല പക്ഷെ ആരോഗ്യമുണ്ട്, ചെറുപ്പക്കാരനാണ്, ആരോഗ്യം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണം. ഇങ്ങനെ ഒരുപാട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ യുവാക്കളെ നമ്മുടെ യൗവന സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആളുകൾക്ക് ഉപകാരം ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് ഏറ്റവും നല്ലവൻ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞത്, അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാരോ അവനാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവനെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആൾ, ഏത് പാതിരാക്ക് വിളിച്ചാലും ഓനെ കിട്ടും. എല്ലാവർക്കും അറിയാം, ഓനെ വിളിച്ചാൽ മതി, ഓൻ ഏത് സമയത്ത് വിളിച്ചാലും ഓന് ആള് റെഡിയാണ് എന്ന ആളുകളെല്ലാം ഒരാളെ കുറിച്ച് പറയുന്നുണ്ടോ, അയാളാണ് ഏറ്റവും നല്ല മനുഷ്യൻ, നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ അത് നിസ്കാരം വേണം, അത് വേറെ കാര്യം, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി. വെറും അത് മാത്രം ആയാൽ പോരാ, നിർബന്ധമായ കാര്യം നിസ്കാരം, അത് വളരെ പ്രധാനമാണ്, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ കാര്യവും. അപ്പൊ ജനങ്ങൾ കയ്യെത്തും ദൂരത്ത് കാണുന്ന ഒരാൾ, അയാൾ വലിയ ഭാഗ്യവാനാണ്, അയാൾ ജനങ്ങളിൽ ഏറ്റവും നല്ലവനാണ് എന്ന് ഹബീബാ നബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ആളുകൾക്ക് ഉപകാരം ചെയ്യാന്ന് പറയുന്നത്. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു ഭ്രാന്തത്തി പെണ്ണ് കടന്നു വന്ന ചരിത്രം പറയുന്നുണ്ട് ഗ്രന്ഥങ്ങളിൽ. ഭ്രാന്തിയായ ഒരു പെണ്ണ്, എല്ലാവർക്കും അറിയാം അവർക്ക് ഭ്രാന്താണ്, അവർക്ക് ഇച്ചിരി തലക്ക് വെളിവില്ല എന്നറിയാം. അങ്ങനെ ഒരു പെണ്ണ് ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നലീ ഇലൈക ഹാജത്തുൻ നബിയേ, എനിക്ക് നിങ്ങളിൽ ഒരു ആവശ്യമുണ്ട്, എനിക്ക് നിങ്ങളിൽ ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് നബിയേ എന്റെ കൂടെ ഒന്ന് വരണം, എന്റെ ഒരു ആ ആവശ്യം അങ്ങ് തീർത്തു തരണം. ഹബീബായ നബി തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചു,
പറയൂ സഹോദരി, ഞാൻ ഏത് വഴിയിലൂടെയാണ് നിന്റെ കൂടെ വരേണ്ടത്? ഏത് വഴിയാണ് നമുക്ക് പോകേണ്ടത്? ഞാൻ വരാം. ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞ പെണ്ണിന്റെ കൂടെ പോയി അവർക്ക് വേണ്ട കാര്യം ചെയ്തു കൊടുത്ത് തിരിച്ചു വന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, എന്റെ ഈ മദീനത്തെ പള്ളിയിൽ ഒരു മാസക്കാലം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം, ഈ മദീനത്തെ പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരാളുടെ ആവശ്യം നിറവേറ്റാൻ അയാളുടെ കൂടെ പോകുന്നതാണ്. എന്താ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? മദീനത്തെ ഈ പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്. മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫിരുന്നാൽ നമ്മുടെ സാധാരണ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നത് പോലെയല്ല. നമ്മുടെ സാധാരണ പള്ളിയിൽ 10 ലക്ഷം നിസ്കാരം നിർവഹിക്കുന്നതിന്റെ പ്രതിഫലമാണ് മദീനത്തെ പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുക. നമ്മുടെ സാധാരണ പള്ളികളിലൊക്കെ 10 ലക്ഷം നിസ്കാരം നിർവഹിച്ചതിന്റെ പ്രതിഫലം മദീനത്തെ പള്ളിയിൽ ഒരൊറ്റ ഒരു നിസ്കാരം നിർവഹിച്ചാൽ നമുക്ക് കിട്ടും. ആ മദീനത്തെ പള്ളിയിൽ ഒരു മാസക്കാലം ഞാൻ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാളുടെ ആവശ്യം നിറവേറ്റാൻ അയാളുടെ കൂടെ പോയി കൊടുക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ കഴിയും. നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വില്ലേജ് ഓഫീസിൽ പോകാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും. സാധുക്കൾ ഒന്നും അറിയില്ല. ഒരു വില്ലേജ് ഓഫീസിൽ എങ്ങനെ പോകണം, പഞ്ചായത്ത് ഓഫീസിൽ എങ്ങനെ പോകണം, ഒരു കടലാസ് ഒരു പേപ്പർ ശരിയായി കിട്ടാൻ എന്തു ചെയ്യണം, അതറിയാത്ത ആളുകൾ ഉണ്ടാവും. നമുക്കതറിയാൻ പറ്റുന്നവരാണോ, അതറിയുന്നവരാണോ, ഒന്നവരെ കൊണ്ടുപോയി ആ പേപ്പർ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നത് ഇബാദത്താണ്, അതൊരു പുണ്യകർമ്മമാണ്. വില്ലേജ് ഓഫീസിൽ പോയി ആ ഓഫീസറുടെ മുന്നിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഈ പാവപ്പെട്ട സഹോദരന് അതൊന്ന് ശരിയാക്കി കൊടുക്കുന്നത് അത് ഇബാദത്താണ്. ഏതിനേക്കാൾ വലിയ ഇബാദത്ത് എന്നറിയോ പ്രിയപ്പെട്ടവരെ? ഒരു മാസക്കാലം മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും വലിയ പുണ്യകർമ്മമാണത് എന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യൗവനം ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമാവും. നാട്ടിലെ പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി, നിരാലംബരായ ആലംബഹീനരായ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ, അല്ലെ? എത്രയോ വിവാഹപ്രായമെത്തിയ പെൺമക്കളുണ്ട്. സാമ്പത്തിക പരാധീനത മൂലം വീടിന്റെ 4 മതിൽക്കെട്ടുകൾക്കുള്ളിൽ കിടന്ന് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിക്കുന്ന പാവപ്പെട്ട എത്രയോ പെൺകുട്ടികൾ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആ പെൺകുട്ടികൾക്കൊരു നാഥനായി മാറാൻ, ആ പെൺകുട്ടികൾ, ആരോരുമില്ലാത്ത ആ പെൺകുട്ടികൾക്കൊരു നാഥനായി മാറാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ ഇബാദത്താണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരുപാട് യൗവന സമയം അല്ലാഹു പൊരുത്തപ്പെടുന്ന ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ചെറുപ്പക്കാരന് സബഅതു യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. ഹബീബായ നബി തങ്ങൾ പറയാണ്. നിങ്ങൾ ഉറങ്ങിയോ? കൂടണ്ട? ഉറക്കം വരുന്നുണ്ടോ? ഉറപ്പാണോ? നിർത്താനായോ? 2 ബൈത്ത്. ബാലഗൽ മുദ്ദാഹു ഫി ഔസാഫിഹി ഫമാ ബലഗ ബാലിഗും മിഅ്ശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ
മനുഷ്യ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടം യൗവനമാണ്. ഒന്നാമത്തേത് കുട്ടിക്കാലം, 2 യൗവനം. ഞാൻ പറഞ്ഞു, യൗവന സമയം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെലവഴിച്ച ചെറുപ്പക്കാരന് അള്ളാഹു അർശിന്റെ തണൽ നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്കറിയാം, ദുനിയാവിൽ മനുഷ്യൻ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ കണക്കനുസരിച്ച് കാലിന്റെ ഞെരിയാണി വരെ, കാൽമുട്ടുവരെ, അരവരെ, കഴുത്തുവരെ, തലവരെ, തലക്ക് മുകളിലും വിയർപ്പിനാൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യന് 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു അർശിന്റെ തണലിട്ട് കൊടുക്കുമെന്നാണ് പുണ്യനബി തങ്ങൾ പറഞ്ഞത്. 7 വിഭാഗം ആളുകളുണ്ട്. അതിലൊന്ന് ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അതിലൊരു വിഭാഗം ഹബീബ നബി തങ്ങൾ പറയുന്നത് ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് വളർന്നു വന്ന ചെറുപ്പക്കാരൻ, പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്ത് വളർന്നു വന്ന ചെറുപ്പക്കാരൻ, അവൻ അല്ലാഹു അർശിന്റെ തണൽ നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, 40 വയസ്സുവരെയുള്ള സമയം നമുക്ക് ഓടിച്ചാടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സമയമാണ്. നല്ല പോലെ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കണം. സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. 40 കഴിഞ്ഞാൽ പിന്നെ മധ്യവയസ്സാണ്. മൂന്നാമത്തെ ഘട്ടം മധ്യവയസ്സാണ്. മൂന്നാമത്തെ ഘട്ടം മധ്യവയസ്സ് എന്ന് പറയും. 40 മുതൽ 60 വരെയുള്ള സമയമാണത്. മധ്യവയസ്കൻ എന്നാണ് സാധാരണഗതിയിൽ ആ പ്രായത്തിലുള്ള ആളുകൾക്ക് നമ്മൾ പറയുക. മധ്യവയസ്കൻ 40 മുതൽ 60 വയസ്സ് വരെയുള്ള സമയമാണത്. പ്രിയപ്പെട്ടവരെ, മധ്യവയസ്കനായാൽ പിന്നെ മെല്ലെ മെല്ലെ നമ്മൾ ആത്മീയതയിലേക്ക് കടന്നു ചെല്ലേണ്ട സമയമാണ് എന്ന് ഉലമാ പഠിപ്പിക്കുകയാണ്. 40 കഴിഞ്ഞാൽ പിന്നെ അതിനു മുമ്പുണ്ടായിരുന്ന ചാബല്യങ്ങളൊന്നും നമ്മളിൽ ഉണ്ടാവാതെ സൂക്ഷിക്കണമെന്നർത്ഥം. യൗവന സമയത്ത് മനുഷ്യ സഹജമാണ്. യൗവന സമയം എന്ന് പറയുമ്പോൾ പല ചാബല്യങ്ങൾക്കും നമ്മൾ വിധേയരാകാൻ സാധ്യതയുള്ള സമയമാണ്. യുവാക്കൾ അല്ലെ, യുവത്വ സമയം എന്ന് പറയുന്നത് പലവിധ ചാബല്യങ്ങൾ, സ്ഖലിതങ്ങളും നമ്മളിൽ നിന്നുണ്ടാകാൻ ഇടയുള്ള സമയമാണ്. ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ പിശാചിന്റെ കെണി വലയങ്ങളിൽ അകപ്പെട്ടു പോകുന്ന സമയമാണ് യൗവന സമയം. അപ്പൊ മനുഷ്യ സഹജമായി ചില തെറ്റുകളൊക്കെ സംഭവിച്ചേക്കാം. ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിൽ പറയേണ്ട കാര്യമില്ല. തെറ്റുകൾ സംഭവിക്കുന്നു എന്ന് മാത്രമല്ല, തെറ്റുകൾ പരസ്യമായി ചെയ്യുന്നു എന്നതാണ് വളരെ സങ്കടകരമായ ഒരു കാര്യം. ആളുകൾക്ക്, കുട്ടികൾക്കൊന്നും യുവാക്കൾക്കൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ എന്നെ നോക്കൂ. ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, നമ്മൾ ആലോചിച്ച് നോക്കണം, സ്കൂൾ കുട്ടികളൊക്കെ പഴയകാല ഹയാ, നാണം, ലജ്ജ അതൊക്കെ പറ്റ നഷ്ടപ്പെട്ടു. ലൈവ് ഉള്ളത് കൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ പ്രയാസമുണ്ട്. നമുക്കറിയാം അല്ലെ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇന്ന് ആളുകൾ ഇങ്ങനെ എന്താ പറയാ, പിന്നെ നാളെ മുതൽ ഒരാഴ്ചക്കാലം പിന്നെ ചാനലുകാർക്ക് ചർച്ച ചെയ്യാനുള്ള വലിയ പിന്നെ ഒരു മരുന്നായി അത് മാറുകയാണ്. നമുക്കറിയാലോ, ഇപ്പൊ അടുത്തൊരു പണ്ഡിതൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു മോശപ്പെട്ട പ്രവണതക്കെതിരെ ശക്തമായി സംസാരിച്ചപ്പോ ആ പണ്ഡിതനെ പിന്തുണക്കുന്ന ആളുകളെ മുഴുവനും കൊച്ചാക്കാനും മോശക്കാരാക്കാനുമാണ് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ശ്രമിച്ചത്. നമ്മൾ കണ്ടതാണ് ഈ അടുത്ത കാലം. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനൊരു നിലപാടുണ്ട്. ആ നിലപാട് പറയേണ്ടത് പണ്ഡിതന്മാരാണ്. അവരത് പറയാൻ ബാധ്യസ്ഥരാണ്. അവരത് പറയും. അവരത് പറയുന്നത് ആരോടാണ്? ദീനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. അല്ലാത്ത ആളുകൾക്ക് അതിൽ പ്രയാസം തോന്നേണ്ട കാര്യമില്ല. എല്ലാവരും ഞാൻ ഈ പറയുന്നത് അനുസരിക്കണം എന്നൊന്നല്ലോ പറയുന്നത്. അള്ളാഹുവിന്റെ ദീനിന്റെ നിലപാട് ഇതാണ്. ശരീഅത്തുൽ ഇസ്ലാം പറയുന്നത് ഇതാണ്. ദീനിന്റെ നിലപാട് ഇതാണ് എന്ന് കൃത്യമായി ഒരു പണ്ഡിതൻ പറഞ്ഞു കൊടുത്താൽ, പ്രിയപ്പെട്ടവരെ, അത് പറയുന്നത് വിശ്വാസികളോടാണ്. അവർക്കതിൽ പ്രയാസമില്ല. അവർ പണ്ഡിതന്മാര് പറയുന്നിടത്ത് നിൽക്കുന്ന ആളുകളാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. അത് പറഞ്ഞതിന്റെ പേരിൽ, അത് പറഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ് അല്ലേ? ഇവിടെ ലിംഗസമത്വം എന്നാണ് പറയുന്നത്. ലിംഗസമത്വത്തിന്റെ പേര് പറഞ്ഞ് ആണും പെണ്ണും ഒരുപോലെയാണ് എന്ന് പറഞ്ഞ് എന്ത് തോന്നിവാസവും അവർ ചെയ്താൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നിടത്തേക്ക് പൊതുബോധം എത്തി നിൽക്കുന്ന സമയമാണ്. പക്ഷേ ഒരു കാര്യം അവിതർക്കിതമായി നമുക്ക് പറയാനുണ്ട്. ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിലപാട് അത് ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് മാറ്റാൻ പറ്റുന്ന നിലപാടല്ല. ശരീഅത്തുൽ ഇസ്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ, അത് അല്ലാഹുവിന്റെ മതമാണ്. അത് പടച്ച റബ്ബിന്റെ നിയമമാണ്.
ആ നിയമം അനുസരിക്കാൻ ലോകാവസാനം വരെ ഇവിടെ ജീവിക്കുന്ന വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. ഏതെങ്കിലും ബുദ്ധിജീവികളെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ദീനിന്റെ ഇസ്ലാമിക ശരീഅത്ത് മാറ്റണം, ഇസ്ലാമിക ശരീഅത്ത് അത് ഒന്നുകൂടി മാറ്റണം, അത് പുതിയ കാലത്തോട് യോജിച്ച നിലയിൽ ആക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത് സൗകര്യമില്ല എന്ന് തന്നെയാണ്. അല്ലെ, അത്തരം ആളുകൾ പറയുന്ന ജൽപ്പനങ്ങൾക്കൊന്നും വകവെച്ചു കൊടുക്കാൻ ഈ സമുദായം തയ്യാറല്ല. ദീനിന്റെ നിലപാടുകൾ, അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നിലപാട്, അത് കാലാന്തരങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താനുള്ളതല്ല. അത് വ്യായാമ സ്ഥലത്താണെങ്കിലും വിവാഹ സ്ഥലത്താണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഇസ്ലാമിൽ അന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ഇടപഴകുന്നതിനൊരു ചില മാനദണ്ഡങ്ങളുണ്ട്, ചില അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകൾ പാലിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. ആ അതിർവരമ്പുകൾ പാലിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ വിശ്വാസികൾക്ക് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ദീൻ അനുസരിച്ച് ജീവിക്കാൻ നല്ല പോലെ ബുദ്ധിമുട്ടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി പരിശുദ്ധ ദീൻ അനുസരിച്ച് മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ ആരോ അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ വിജയികളാകുന്നത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ് നമുക്ക് കാണാം. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. ആരെങ്കിലും എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ, ഇൻദ ഫസാദി ഉമ്മതി, എന്റെ ഉമ്മത്ത് മോശമാകുന്ന കാലത്ത്, വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഹദീസാണിത്. മുത്തുനബി തങ്ങൾ പറയാണ്, എന്റെ ഉമ്മത്ത് മോശമാകുന്ന കാലത്ത് ആരെങ്കിലും എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ അവന് 100 ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്നാണ് പറയുന്നത്. ഒരു ഷഹീദിന് തന്നെ അള്ളാഹു നൽകുന്ന പ്രതിഫലം, പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. വലിയ പ്രതിഫലമാണ് ഒരു ഷഹീദിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം. അങ്ങനത്തെ 100 ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹ് നൽകും. ആർക്കാണെന്നറിയോ? എന്റെ ഉമ്മത്ത് മോശമാകുന്ന കാലത്ത് എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നയാൾക്ക്. ഉമ്മത്ത് മോശമാകുന്ന കാലത്ത് നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഏതാണ് ആ കാലം? ഒരു തർക്കവും വേണ്ട, നമ്മുടെ ഈ കാലത്തെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. ഇനി എന്താണ് മോശമാവാനിരിക്കുന്നത്? എല്ലാം എല്ലാം ഒരു പ്രകടനപരതയായി മാറുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും സ്റ്റാറ്റസിൽ കുറെ നമ്മൾ ആഘോഷങ്ങൾ, പലവിധ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയാണ്. നമ്മൾ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി മാത്രം ഒരുപാട് പാർട്ടികൾ സംഘടിപ്പിക്കുന്ന ആളുകളായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോരോ ആഘോഷ പരിപാടികൾ, എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ ഉണ്ടാക്കുകയാണ്. ബർത്ത്ഡേ പാർട്ടി, അതേപോലെ തന്നെ പിന്നെ കല്യാണത്തെ വിവാഹ വാർഷിക പാർട്ടി, അങ്ങനെ പലവിധ പാർട്ടികൾ. എന്നിട്ട് കുറച്ച് ആളുകളെ വിളിക്കുക, ഭക്ഷണം കൊടുക്കുക. അതൊന്നുമല്ല വിഷയം, അതൊക്കെ നല്ല കാര്യമാണ്. ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ അതൊന്നുമല്ല. പിന്നെന്താ? ഇതൊക്കെ ഫോട്ടോയിൽ, വീഡിയോയിൽ ഒപ്പിയെടുത്ത് അതൊക്കെ എഡിറ്റ് ചെയ്ത് ഗംഭീരമാക്കി എന്നിട്ട് സ്റ്റാറ്റസ്, വീഡിയോ ഇടുക. എത്ര ആളുകൾ അത് കണ്ടു, ആരൊക്കെ അതിന് ലൈക്ക് അടിച്ചു, ഇതൊക്കെ ഇങ്ങനെ നോക്കുക അല്ലെ. എന്നിട്ട് ആളുകളൊക്കെ അത് കാണുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുക. ആ വീഡിയോയിലൊക്കെ കാണുന്ന ഓരോരോ രംഗങ്ങൾ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും, ഭയങ്കര വിഷമം തോന്നും. അവിടെ ദീനില്ല. ദീനിന്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എല്ലാ പരിപാടികളും നടക്കുന്നത്, ആഘോഷ പരിപാടികളൊക്കെ. എല്ലാം എൻഗേജ്മെന്റ് പാർട്ടി ആയാലും മറ്റു പാർട്ടികളെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. എല്ലാം പരിശുദ്ധമായ മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള പരിപാടികളാണ്. ഈ സമയത്ത് ഇല്ല, ഈ പരിപാടിക്ക് ഞാനില്ല, ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് പറയാൻ ആർക്കാണോ സാധിക്കുന്നത്, അവന് 100 ഷഹീദിന്റെ പ്രതിഫലം അല്ലാഹു നൽകും. പ്രിയപ്പെട്ടവരെ, അതാണ് എല്ലാ തോന്നിവാസവും സമൂഹത്തിൽ നടക്കുമ്പോ ഏതായാലും ഇപ്പോ ആളുകൾ എങ്ങനെയാ പറയുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ലപ്പാ, ഇപ്പൊ എല്ലാം അങ്ങനെ ദീന് നോക്കിയിട്ട് നടത്താൻ പറ്റുമെന്ന് ആളുകൾ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാം അങ്ങനെ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് എല്ലാവരും. പഠിപ്പുള്ള ആളുകൾ പോലും, വിവരമുള്ള ആളുകൾ പോലും ഇപ്പൊ അങ്ങനെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഇപ്പൊ അങ്ങനെ ദീനനുസരിച്ച് നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നിടത്തേക്ക് ആളുകൾ എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചോദിക്കുന്നവർക്കിടയിൽ എനിക്കെന്റെ ദീനാണ് വലുത്,
എനിക്കെന്റെ റബ്ബാണ് വലുത്, എനിക്കെന്റെ മതമാണ് വലുത്, അതുകൊണ്ട് ഞാനില്ല, ഈ പരിപാടിക്ക് ഞാനില്ല എന്ന് പറയാൻ കഴിയുന്നവന്റെ പേരാണ് വിശ്വാസി എന്ന് പറയുന്നത്. അവൻ അങ്ങനെ പറയാൻ കഴിയണം, നട്ടലോടുകൂടെ നിലപാട് പറയാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. അല്ലാതെ വീട്ടിലും കുടുംബത്തിലും എന്ത് തോന്നിവാസം നടക്കുമ്പോ അതിനൊക്കെ ഇങ്ങനെ നിന്നു കൊടുക്കുന്ന ആൾക്ക് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു പേരുണ്ട്, ദയ്യൂസ് എന്നാണ് അവനെ പറ്റി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ദയ്യൂസ് എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ പേരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഖത്തേക്ക് നോക്കൂല, വർത്താനം പറയൂല നാളെ അന്ത്യനാളിൽ എന്ന് പറഞ്ഞ് കുറെ ആളുകളെ എണ്ണി പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് എണ്ണി പറഞ്ഞ ഒരാളാണ് ദയ്യൂസ്. റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയെ ദയ്യൂസ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദയ്യൂസ് എന്ന് പറഞ്ഞാൽ തന്റെ ഭാര്യ മക്കൾ എന്തെങ്കിലും അരുതായ മകള് തോന്നിവാസങ്ങളൊക്കെ ചെയ്യുമ്പോ അരുത് എന്ന് പറയാതെ എല്ലാം കണ്ടും കേട്ടും നിന്നു കൊടുത്തവൻ. അരുത് എന്ന് പറയാതെ ഇത് ചെയ്യാൻ പാടില്ല, എന്റെ വീട്ടിൽ ഇത് നടക്കൂല എന്ന് പറയാതെ മിണ്ടാതിരുന്ന് എല്ലാ തോന്നിവാസത്തിനും കൂട്ടുനിന്നയാൾ, അവന്റെ പേരാണ് ദയ്യൂസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ ദയ്യൂസുമാരായി മാറരുത്, ദയ്യൂസുമാരായി മാറരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിലപാട് പറയുന്നവരാവണം. നിലപാട് പറയാൻ കഴിയണം, ദീനിന്റെ നിലപാട് പറയണം, അത് വെട്ടിത്തുറന്ന് പറയണം, പറയേണ്ട ഇടങ്ങളിലെല്ലാം പറയണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ രണ്ടാമത്തേത് യൗവനം, മൂന്നാമത്തേത് മധ്യവയസ്സ്. മധ്യവയസ്സ് ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മീയതയിലേക്ക് നീങ്ങേണ്ട സമയമാണത്. മരണത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടെ ജീവിക്കേണ്ട സമയമാണത്. മൻജാവസൽ അർബഈൻ വലം യഗ്ലിബ് ഖൈറുഹു ശർറഹു ഫൽയതജഹസ് ഇലന്നാർ. ഹബീബായ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻജാവസൽ അർബഈന, ഒരാൾക്ക് 40 വയസ്സ് കഴിഞ്ഞു എന്നിട്ടും ഫലം യഗ്ലിബ് ഖൈറുഹു ശർറഹു, അയാളുടെ നന്മയും തിന്മയും തമ്മിൽ തുലനം ചെയ്യുമ്പോ തിന്മയാണ് കൂടുതൽ, നന്മ കുറവാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, 40 വയസ്സ് കഴിഞ്ഞിട്ടും അയാളുടെ നന്മയും തിന്മയും തുലനം ചെയ്യുമ്പോ തിന്മയാണ് കൂടുതൽ, നന്മ കുറവാണ് എങ്കിൽ ഫൽയതജഹസ് ഇലന്നാർ, അവൻ നരകത്തിലേക്ക് തയ്യാറ് എടുത്തുകൊള്ളട്ടെ. നബിയുനാ റസൂലുള്ളാഹി, അവൻ നരകത്തിലേക്ക് തയ്യാറായി കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്. 40 വയസ്സ് കഴിഞ്ഞിട്ടും, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞിട്ടും പുള്ളർ കളി മാറാത്തവൻ, കുട്ടിക്കളി മാറാത്ത ആൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ. 40 വയസ്സെത്തിയിട്ടും കുട്ടിക്കളി മാറാത്ത ആളുകൾ ഇപ്പോഴും ഇങ്ങനെ കുട്ടിക്കളി കളിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരു ബോധം വന്നിട്ടില്ല. ഒരു ബോധം വരാത്തയാൾ ഇങ്ങനെ തോന്നിവാസം ചെയ്ത് തെറ്റുകുറ്റങ്ങളിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, അവർ നരകത്തിലേക്ക് തയ്യാറായിക്കൊള്ളട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, 60 കഴിഞ്ഞാൽ പിന്നെ മനുഷ്യായുസിന്റെ 4ാമത്തെ ഘട്ടത്തിലേക്കാണ് കടന്നു പോകുന്നത്. 4ാമത്തെ ഘട്ടം വാർദ്ധക്യമാണ്. 1 കുട്ടിക്കാലം, 2 യൗവനം, 3 മധ്യവയസ്സ്, 4 വാർദ്ധക്യം. 4ാമത്തെ ഘട്ടം വാർദ്ധക്യമാണ്. 60 വയസ്സ് മുതൽ ഏകദേശം ഒരു 80 വയസ്സ് വരെയുള്ള സമയമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ആ വാർദ്ധക്യം, പ്രായമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ, പ്രായമുള്ള ആളുകൾ, വയസ്സൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ പ്രായമുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിക്കുന്ന സമയമാണെന്നാണ് പ്രായമുള്ള സമയം. പ്രായമുള്ള സമയം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഒരാൾ പ്രായമുള്ള ആളുകളെ, താടി രോമങ്ങളും തലമുടികളും നരച്ച ആളുകളെ ബഹുമാനിക്കുന്നത് ഇന്ന മിൻ ഇക്റാമില്ലാഹി തആല, അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ്. താടി രോമങ്ങളും തലമുടികളും നരച്ച ആളുകളെ ബഹുമാനിക്കുന്നത് അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. താടി രോമങ്ങളും തലമുടികളൊക്കെ നരച്ച ആൾക്കാരില്ലേ, അവർക്ക് കുറച്ച് സന്തോഷമായി തോന്നല്ലേ? സന്തോഷാവണം. അള്ളാഹു നൽകുന്ന ആദരവിന്റെ പ്രായമാണ് എന്നാണ്. അള്ളാഹു നൽകുന്ന ആദരവിന്റെ സമയമാണ് പ്രായമുള്ള സമയം. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പടച്ചറബിന്റെ ബഹുമതി ലഭിക്കുന്ന സമയമാണ്. ആ പടച്ചറബിന്റെ ബഹുമതിയുടെ അടയാളമാണ് എന്നാണ് എന്ത്? താടിരോമങ്ങളും തലമുടികളും നരച്ചു പോകുന്നത് അള്ളാഹു നൽകുന്ന ബഹുമതിയുടെ അടയാളമാണ് എന്നുകൂടി മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്. ബഹുമതിയുടെ അടയാളാണ്.
നമ്മളാരെങ്കിലും താടി രോമങ്ങളും തലമുടികളും നരച്ചു പോകുമ്പോഴേക്ക് അല്ലെ ആ ബഹുമാനം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ് വേഗം എന്ത് ചെയ്യും? തമീം ഉസ്താദാക്കിയ പോലെ ചോന്ന മൈലാഞ്ചിടൽ സുന്നത്താണ്. നേരെ മറിച്ച് കുറെ ആൾക്കാരെന്ത് ചെയ്യും? അതിന് പകരം നിങ്ങൾ ആരും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ആർക്കും പറയാൻ പറ്റാത്തല്ലേ? ആരുമില്ല, നല്ല മനുഷ്യന്മാരാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. ചില ആൾക്കാരൊക്കെ അല്ലെ, ഗൾഫിലുള്ള ചില ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോ കോളാക്കുമ്പോൾ അല്ലെ, ദുബായിൽ നിന്നൊക്കെ ഇങ്ങനെ തലമുടിയും താടി രോമങ്ങളൊക്കെ നരച്ചിട്ടുണ്ടാവും. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാം കറുത്തിട്ടുണ്ടാവും. പ്രായം ഒരു 10 വയസ്സ് അങ്ങനെ തന്നെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് കുറെ ആൾക്കാർ അങ്ങനെ മുടി ഡൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മുടി ഡൈ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, വളരെ മോശമാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി ജരാനരകൾ ബാധിച്ചത് മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് എന്നാണ്. അവ്വലു മൻ ശാബ സയ്യിദുനാ ഖലീലുല്ലാഹ്. ആദ്യമായി ജരാനരകൾ ബാധിച്ചത് ഇബ്രാഹിം നബിക്കാണ്. അപ്പൊ ഇബ്രാഹിം നബി അള്ളാഹിനോട് ചോദിച്ചു അത്രേ, മാഹാദാ, ഇതെന്താണ് അല്ലാ, ഇതെന്താണ് പടച്ചവനെ? അല്ലാഹ് പറഞ്ഞു, ഇബ്രാഹിം നബിയെ, നിങ്ങൾക്ക് പ്രായമായില്ലേ? ആ പ്രായത്തിന് നാം നൽകിയ ബഹുമതിയുടെ അടയാളമാണത്. അല്ലാഹ് പറഞ്ഞു, ഇത് ബഹുമാനത്തിന്റെ അടയാളമാണ്. അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു അത്രേ, സിദ്നി തഅലീമൻ വ ഇജ്ലാല, പടച്ചോനെ ഇത് ബഹുമാനാണെങ്കിൽ ആ ബഹുമാനം നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ അല്ലാ എന്നാണ് ഇബ്രാഹിം നബി ദ്വാരുന്നത്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇനിയും എന്റെ താടി രോമവും തലമുടികളൊക്കെ ഫുള്ളായിട്ട് വെളുക്കണം അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ എന്ത് ചെയ്യും? നേരെ പോയിട്ട് അതിനെ കറുപ്പിക്കും. ഇനി നമ്മൾ കറുപ്പിച്ചില്ലെങ്കിലും നമ്മുടെ പാർട്ട്ണർ അതിനെ കറുപ്പിക്കാതിരിക്കാൻ വിടൂല അല്ലെ? പെണ്ണുങ്ങൾ പറയും, നിങ്ങൾ ഇപ്പൊ തന്നെ വയസ്സായല്ലോ മനുഷ്യ. അപ്പുറത്ത് നമ്മളെ ഇബ്രാഹിം കണ്ടിട്ടില്ല, 60 വയസ്സായി, ഇപ്പോഴും നല്ല നല്ല ചുറുചുറുക്കുള്ള യുവാവിനെ പോലെയുണ്ട്. നിങ്ങൾ 45 വയസ്സായിട്ടാകുമ്പോ തന്നെ നിങ്ങൾ തൊണ്ടനെ പോലായല്ലോ എന്ന് പറഞ്ഞ് ഭാര്യമാരിങ്ങനെ സ്വീപ്പാക്കുമ്പോ ഈ സാധു പോയിട്ട് എന്ത് ചെയ്യും? കർപ്പിച്ച് കളയും. മുടി ഡൈ ചെയ്യുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമായി ഈ പണി ചെയ്ത ആളാരെന്നറിയോ? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയാണ് എന്നാണ്. അവ്വലു മൻ ഖളിബ ബിസ്സവാദി ഫിർഔൻ. ലോക ചരിത്രത്തിൽ ആദ്യമായി താടി രോമങ്ങൾക്കും തലമുടികൾക്കും കറുത്ത ചായം പൂശിയത് ഫിർഔനാണ് ലഅനത്തുല്ലാഹി അലൈഹി. അതുകൊണ്ട് ഇപ്പ പണി ചെയ്യുന്ന ആളുകളൊക്കെ ആരെയാണ് പിൻപറ്റുന്നത് എന്നർത്ഥം? ആരെയാ പിൻപറ്റുന്നത്? ഫിർഔനെയാണ്. ഫിർഔനെയാണ് പിൻപറ്റുന്നത്. ഫിർഔൻ ആരാ നമുക്കറിയില്ലേ? അള്ളാഹിന്റെ പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഫിർഔൻ. അവൻ ചെയ്ത പണിയാണ് മുടി ഡൈ ചെയ്യുന്ന ആളുകളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ആരെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ടവരോ ഒറ്റ ചെയ്യുന്നുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം. അള്ളാഹു നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട്, അത് കൊടുത്തിട്ട് അങ്ങ് എത്തിയാൻ തീർന്നാണ് അതിവാർദ്ധക്യം എന്ന് പറയുന്നത്. അതിവാർദ്ധക്യം എന്ന് പറയും പ്രിയപ്പെട്ടവരെ, അതിവാർദ്ധക്യ ഘട്ടത്തിലേക്ക് കടക്കുന്നവർ വളരെ കുറവാണ് അല്ലേ? കുറച്ച് ആൾക്കാരാണ്. എല്ലാവരും ആ ഘട്ടത്തിലേക്ക് കടക്കൂല. ഏകദേശം ആൾക്കാരൊക്കെ 70ന്റെ മുമ്പ് തന്നെ അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 വ 70 എന്നാണ്. എന്റെ ഉമ്മത്തിന്റെ വയസ്സ് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. അധിക ആളുകളും 60-70ന്റെ ഇടയിൽ മരണപ്പെട്ടു പോകുമെന്നർത്ഥം. അത് കഴിഞ്ഞിട്ട് കിട്ടുന്നതെല്ലാം പിന്നെന്താണ്? ബോണസ് അല്ലേ? 60-70ന്റെ ഇടയിലാണ്. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായത് 63-ലാണ് അല്ലെ? അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാർ സിദ്ദീഖുൽ അക്ബറും ഉമർ എന്നവരും ഒക്കെ 63-ലാണ് വഫാത്തായത്. ഉസ്മാൻ എന്നവർ മാത്രം 82 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. അലിയാർ തങ്ങൾ 63-ലാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ 60-70-നിടയിലാണ് എന്റെ ഉമ്മത്തിന്റെ സമയം. അപ്പൊ 80ന്റെ മേലോട്ട് കടക്കുന്നവര് കുറവാണ്. അതിവാർദ്ധക്യം എന്നാണ് ആ പ്രായത്തിന് പറയുക. അതിവാർദ്ധക്യം നേരാവണ്ണം സംസാരിക്കാനോ ഇടപഴകാനോ നടക്കാനോ ഇരിക്കാനോ കഴിയാത്ത സമയം, കുട്ടിക്കാലത്തേക്ക് തന്നെ മടങ്ങുന്ന സമയമാണത്. പിച്ചുമ്പേയും പറയുന്ന സമയം, എന്താണ് പറയുന്നതെന്നറിയാത്ത സമയം, അതാണ് അതിവാർദ്ധക്യ ഘട്ടം. ആ അതിവാർദ്ധക്യ ഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നേരാവണ്ണം ഇബാദത്ത് ചെയ്യാൻ കഴിയാത്ത ആ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല പോലെ ഇബാദത്ത് ചെയ്ത പ്രതിഫലം നൽകുമെന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. അവര് യൗവനകാലത്ത് നല്ല പോലെ ഇബാദത്ത് ചെയ്തവരാണെങ്കിൽ
ഇബാദത്ത് ചെയ്യാൻ കഴിയുന്ന പ്രായത്തിൽ അഥവാ യൗവന സമയത്ത് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തവരാണെങ്കിൽ ഈ അതിവാർദ്ധക്യ ഘട്ടത്തിൽ അമലുകളൊന്നും ചെയ്യാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ തന്നെ പ്രയാസപ്പെടുന്ന ഈ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ധാരാളം അമൽ ചെയ്ത പ്രതിഫലം നൽകുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കാരണം അവർ കഴിയാത്തത് കൊണ്ടാണ് ചെയ്യാത്തത്. കഴിയുന്ന കാലത്ത് നല്ലപോലെ ഇബാദത്ത് ചെയ്തവരാണ്, ഇപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഹബസഹുമുൽ ഉദ്ർ, അവരിപ്പൊ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ചെയ്യാത്തത്. ചെയ്യാൻ പറ്റിയ കാലത്ത് യൗവന സമയത്ത് നല്ലോണം ഇബാദത്ത് ചെയ്ത ആളുകളാണ്, ഇപ്പൊ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചെയ്യുന്നില്ല. അള്ളാഹു അവർക്ക് നല്ലോണം ഇബാദത്ത് ചെയ്ത് പ്രതിഫലം നൽകുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് യൗവന സമയമാണ്. ഈ മനുഷ്യായുസിന്റെ 5 ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം യൗവന സമയമാണ്. ആ യൗവന സമയത്ത് നല്ലോണം ഇബാദത്ത് ചെയ്യാനും ഖാലിക്കായ റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനും നമുക്ക് കഴിഞ്ഞോ ഇൻഷാ അല്ലാഹ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യൗവന സമയം വെറുതെ നഷ്ടപ്പെടുത്തരുതേ. എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാണ്, പൊതുവേ നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? പൊതുവിൽ നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? ഇതുപോലെയുള്ള വയലിന്റെ മജ്ലിസുകളിൽ സത്യത്തിൽ നമ്മൾ ആരെയാണോ അഭിസംബോധനം ചെയ്യേണ്ടത് ആ ഒരു സമൂഹത്തെ നമുക്ക് ലഭ്യമാകുന്നില്ല, നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആരാണ് ഈ വയലിന്റെ മജ്ലിസിലൊക്കെ ഉണ്ടാവല്? നല്ല അത്യാവശ്യം നിസ്കരിക്കുന്ന, നല്ല നോമ്പ് വെക്കുന്ന, നല്ല സ്വാലിഹ്യങ്ങളായ കുറച്ച് മനുഷ്യന്മാരാണ് ഈ വയലിന്റെ മജ്ലിസിൽ ഉണ്ടാവുക. അല്ലാത്ത കുറെ കുട്ടികൾ വയൽ പരിപാടിക്ക് വരും, അല്ലെ? ആടെ ഇങ്ങനെ പീടിന്റെ അടുത്തും കച്ചവടത്തിന്റെ അടുത്തും ഒക്കെ ഇങ്ങനെ നടക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ്. വെള്ളിയാഴ്ച പള്ളിയിൽ വരെയാണെങ്കിലോ ഉസ്താദ് വയൽ പറയുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. അപ്പോ ഇത് കേൾക്കേണ്ട, എന്താണ് ഈ പറയുന്നത്? ഇത് കേൾക്കേണ്ട ഒരു സമൂഹം അഥവാ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അവരിത് കേൾക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഇത് കേൾക്കേണ്ട ആളുകൾ ഇത് കേൾക്കുന്നില്ല. പിന്നെ കേവലം ഒരു ചടങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വഅദ് മജ്ലിസുകളൊക്കെ. പക്ഷെ എന്നാലും നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഇത് ആരും നന്നാവുന്നില്ല, ഇതൊക്കെ ഒരു ചടങ്ങാണ് എന്ന് വിചാരിച്ച് ഈ പരിപാടി നമുക്ക് നിർത്തിവെക്കാൻ വകുപ്പില്ല. നമ്മൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമ്മുടെ ദൗത്യം നമ്മൾ തുടരുക. അലിയാര് തങ്ങളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, അലിയാര് തങ്ങളെ, നിങ്ങളെ കൊണ്ട് ഒരാൾ നന്നായാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, അതാണ് ഈ ദുനിയാവിനേക്കാളും ഈ ദുനിയാവിലുള്ള സർവ്വചരാചരങ്ങളെക്കാളും നിങ്ങൾക്ക് ഖൈറ്. ഒരാൾ നിങ്ങൾ കാരണം നന്നായാൽ അതാണ് അലിയാര് തങ്ങളെ എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിപാടി സംഘടിപ്പിക്കുന്നവർക്കും ഇവിടെ വന്ന് വഅദ് പറയുന്നവർക്കും ഒക്കെ ഇത് തന്നെയാണ് പ്രതീക്ഷ. ഏതെങ്കിലും ഒരാൾ നമ്മൾ ഈ പറയുന്നത് കേട്ട് അതനുസരിച്ച് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയാൽ ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കത് ഗുണമാണ്, വന്ന് വഅദ് പറഞ്ഞവർക്കത് ഗുണമാണ്, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർക്ക് അധ്വാനിച്ചവർക്കൊക്കെ അത് ഗുണമാണ്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള വഅദ് പരിപാടികൾ നമ്മുടെ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഓരോ വർഷവും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്, ഇതുപോലെ വന്ന് വഅദ് പറയുന്നത്. എല്ലാം 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 അതിനു വേണ്ടിയാണ്. ഒരാൾക്കെങ്കിലും ഇത് കേട്ടിട്ട് മനം മാറ്റം ഉണ്ടായാൽ അത് തന്നെ വലിയ ഖൈറാണ് എന്ന ബോധ്യമാണ്. അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ സദസ്സ് അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അല്ലാഹു യൗവനം നന്മയിൽ ചെലവഴിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരുവീട്ടിലും ഖൈറിന്റെ അഹ്ലുകാരിൽ നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.